ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. അത്യന്തം ആവേശകരമായ ഈ വൈജ്ഞാനിക പോരാട്ടത്തിന്റെ അവസാന ചോദ്യം ഇതാ. 1893 ജൂൺ 8 വർഷകാല രാത്രിയിൽ 1-ാം ക്ലാസ് ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയതുകൊണ്ട് വെള്ളക്കാരൻ കറുത്ത വർഗക്കാരനെ ഇടം കാലുകൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ ഗാന്ധിജി ശപഥം ചെയ്തു, നിറത്തിന്റെ പേരിൽ മനുഷ്യനെ വിവേചിക്കുന്നതിനെതിരെയുള്ള പോരാട്ടമാകും തന്റെ ജീവിതം എന്ന്. ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം അരങ്ങേറിയത്? ടീം എ അറിയില്ല. ടീം ബി സാരമില്ല. ടീം സി പീറ്റർ മാരിസ്ബർഗ്. എന്താണ് സൽമാൻ? പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ ശരി ഉത്തരമാണ്. പൂമ്പാറ്റമുക്ക് UPSലെ സ്റ്റാൻഡേർഡ് 5 വിദ്യാർത്ഥി സൽമാൻ ഈ ഉത്തരത്തോടു കൂടി ഈ വൈജ്ഞാനിക പോരാട്ടത്തിലെ വിജയിയാകുന്നു. ഓർമ്മിപ്പിക്കുന്നു, ചരിത്രം പഠിക്കാനുള്ളത് മാത്രമല്ല, ചരിത്രം സൃഷ്ടിക്കാനുള്ളതാണ് എന്നുകൂടി തിരിച്ചറിയുന്ന നാളെയുടെ വാഗ്ദാനമായി സൽമാൻ മാറും. എനിക്കത് ഉറപ്പാണ്. ഒരു സൂര്യന്റെ ഉദയത്തെയും കാലം തടഞ്ഞു നിർത്തിയിട്ടില്ലല്ലോ. ഗുഡ് ബൈ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ആഹാ, പുട്ടിൻ പ്രശ്നമാണല്ലോ. പുട്ടിനെന്താ പ്രശ്നം? ദാ നല്ല കോഴിച്ചാറും കൂട്ടി ഒരു പിടി പിടിച്ച ബെസ്റ്റാ. പുട്ടല്ല ഉസ്താദേ, പുട്ടിൻ.
വ്ളാദിമിർ പുടിൻ. മൂപ്പർക്കെതിരെ ഐക്യരാഷ്ട്രസഭ രംഗത്ത് വന്നിട്ടുണ്ട്. ചിലിയിൽ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്ക് ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ മൂപ്പർ അരിവാൾ സുന്നിയ, ചോപ്പൻ. പക്ഷെ സത്യം പറയാലോ ഉസ്താദെ, മൂപ്പരുടെ പാർട്ടിക്ക് ആടെ നല്ല അടിത്തറയാ. സോഷ്യൽ കർജനൻ, അതാ പാർട്ടിന്റെ പേര്. നിന്റെ വല്യപ്പാന്റെ സോഷ്യൽ കർജനുണ്ട്. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, വിളമ്പണ്ട പത്രം വായിച്ചാ മതി. ഇതാ ഉസ്താദിന്റെ പ്രശ്നം, ഒട്ടും അപ്ഡേറ്റ് അല്ല. അനക്ക് എന്തിന്റെ കേടാ? ആ മഞ്ചേരി ഖാദർ ഹുസൈനോട് ഇത് എന്താ പറഞ്ഞാ പേടിപ്പിച്ചേ? ഓസോൺ പാളിയിൽ ഓട്ട വീണതുകൊണ്ട് ആസ്മ സൂക്കേടുകാർക്ക് ജീവിക്കാൻ വയ്യെന്ന് അല്ലേ? ഓ, അക്കാര്യം ആലോചിച്ച് ഖാദർ ഉസ്താന് വലിവ് കൂടിയിരിക്കുക. സത്യാണ് ഉസ്താദെ. ഈ ഓസോൺ പാളിയിൽ ഹോള് വീണ അവിടെ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാവും. ഈ വലിവുള്ളവർക്ക് കൂടും. പിന്നെ ഈ ഹാർട്ടിന് പോലും പ്രശ്നമാണ്. നിങ്ങൾക്കും BP ഷുഗറൊക്കെ ഉള്ളതല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇതൊന്ന് ചെയ്തു വെക്കണേ. ഇതോ? ഞാനൊന്ന് പോയിട്ട് വരാം. ആ ശരി. സരളേച്ചി, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാന്ന്. അതെ, ഈയിടെയായിട്ട് നിന്റെ പുറത്തുപോക്ക് കുറച്ച് കൂടുതലാണല്ലോ ഷാഹിന. നീയേ ഹാഫ് ഡേ ലീവ് എടുത്ത് പോക്കോ. അതാകുമ്പോ പിന്നെ ചെയ്യുന്ന പണിക്കുള്ള കൂലി തന്നാ മതിയല്ലോ. എന്നാ പിന്നെ ഞാൻ നാളെ ലീവാ. കഴിഞ്ഞ മാസം തന്ന ശമ്പളം ഒന്ന് എണ്ണി വെക്കാലോ. ലളിതേച്ചി, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയേ. ഞാൻ പിന്നെ എന്റെ പണിയല്ലേ നോക്കുന്നത്. ശമ്പളം അല്പം വൈകുന്നുള്ള കാര്യം സത്യം തന്നെ. പക്ഷേ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ കമ്പനി നല്ല സ്ട്രിക്റ്റ്. ഓവർ തള്ളല്ലേ ചേച്ചി. കൂടുതൽ തള്ളിയാലേ ഞാൻ വേറെ വല്ല ഷോപ്പ് നോക്കിപ്പോ. ലളിതേച്ചി, എന്തൊരിളക്കം? കയ്യിന്റെ വിരലൊന്ന് ഉളുക്കിപ്പോയി. ഒന്നിങ്ങോട്ട് വന്ന് അങ്ങോട്ട് മാറിക്കടി. അതെ, ഈ പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾക്ക് നാവിനില്ലാത്തോണ്ടേ അവർക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും വിളിച്ചു പറയാം. പക്ഷേ അതിനൊക്കെ തംസപ്പും കമന്റും അടിച്ചാലേ നിങ്ങളുടെ കഞ്ഞി പാറ്റ് വീഴും. പറഞ്ഞേക്കാം. എടി സർലേ, അല്ല സർല മേഡം, ആ കുട്ടി ഒരു അരമണിക്കൂർ നേരല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ നിന്റെ പറമ്പും പേരൊന്നും എഴുതി മേടിച്ചില്ലല്ലോ. അവളൊരു മാന്യതൊക്കെ വരച്ച് വന്നിരിക്കുന്നു. ഇങ്ങോട്ട് മാറി. പിന്നെ റെഡ്യൂസിനറിയോ? സിൽവിയ പ്ലാത്തിനെയോ? ഇല്ല. നമ്മളെ പോലൊക്കെ തന്നെ ഈ ടെഡ്യൂസിന്റെ കവിതകളുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ജ്യൂസ് കുടിക്ക്. ആ, ഞാൻ കൊടുക്കാം. അല്ല അല്ല, ഞാൻ കൊടുക്കാം. ഇറ്റ്സ് ഓക്കേ. ഇനി എന്താ കാണാം? എന്തിനാ? ടെഡ് ഹ്യൂസിനെ സിൽവിയ പ്ലാത്തിനെ പറ്റി സംസാരിക്കാനോ? ആപ്റ്റിറ്റ്യൂഡ് അഥവാ അഭിരുചി, അത് രൂപപ്പെടുന്നത് ഉള്ളിൽ നിന്ന് മാത്രമല്ല, അവൻ്റെ മാനേഴ്സ്, ഡ്രസ് കോഡ്, അപ്പിയറൻസ് എന്നിവയിൽ പോലും അത് പ്രകടമാണ്. വാട്ട് മാൻ, ഡോണ്ട് യു ഹാവ് മാനേഴ്സ്? ഗെറ്റ് ഔട്ട്. സോറി സർ. നിങ്ങൾ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. താനെല്ലാം നിർത്തിപ്പോയതല്ലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? സാർ, ഒരു പൈസ പിടിച്ചോ. ആ, അസ്സലാമു അലൈക്കും.
എന്റെ ഉള്ളിൽ നീയാണ്, നിന്റെ ഉള്ളിൽ ഞാനാണ് ഷാഹിന. ഈ പെണങ്ങല്ല ഷാഹിന, ഞാൻ ഉസ്താദ് വിളിച്ചിട്ട് പോയിക്കായിരുന്നു. എന്റെ മൊത്തല്ലേ നീ ആരോടാ മുറിയടച്ചിട്ട് സംസാരിക്കണത്? ആരോടുമില്ല. ഞാൻ കേട്ടല്ലോ, കള്ളം പറയുന്നോ? എന്നാ ഞാൻ സത്യം പറയട്ടെ, ഞാൻ സൽമാനോടാ സംസാരിച്ചേ. ഏത് സൽമാൻ? നമ്മുടെ ദുൽഖർ സൽമാൻ. +2 തോറ്റ ആളോട് സല്ലപിക്കാൻ വരുന്ന അവനെ ആദ്യം തല്ലണം. ഉമ്മ പിന്നെ IAS ആണല്ലോ. നമ്മുടെ ചാനൽ മജ്‌ലിസ് ഇനിയും ഗംഭീരമാക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലേക്കുള്ള പ്രയാണമെന്ന് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. അടുത്ത തവണ കാണും വരേക്കും അസ്സലാമു അലൈക്കും. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ചാനൽ മജ്‌ലിസിലേക്കുള്ള സംഭാവനകളും പ്രത്യേകം ദുആയ്ക്കുള്ള സംഭാവനകളും ദായി താഴെ കാണുന്ന ഫോൺ പേയിലേക്ക് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ബെൽ ബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ. ഉസ്താദേ, ബാപ്പാന്റെ കബറിൽ വെളിച്ചം കിട്ടാൻ ദുആ ചെയ്യാനായിട്ട് ഒരാൾ പൈസ അയച്ചിരുന്നു. ഉസ്താദ് വിട്ടുപോയി. ഓ, എത്ര അയച്ചെന്നേ? അവൻ 300 അയച്ചിരുന്നു. 400 രൂപ ട്യൂബിനാവും. പിന്നെ അത് കണക്റ്റുള്ള വയറിനും കറണ്ടിനും കൂടെ ആവുമ്പോൾ 1000-ന് മേലെ പോവും. പിന്നെ എങ്ങനെയാണോ 300 രൂപയ്ക്ക് ഓൻ്റെ ബാപ്പാന്റെ കവറിൽ വെളിച്ചം വരണേ? സൽമാനെ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് 20K കഴിഞ്ഞ. അതിപ്പോഴും 19 ഉസ്താദ് നോക്കി. നമ്മുടെ തിരൂരങ്ങാടിയിലുള്ള സലാ ഉസ്താദ് 1 മില്യണാ. പോരാ, നമ്മളതിന് കൂട്ടണം. എനിക്കൊരു 2 ദിവസം ലീവ് വേണമായിരുന്നു. നിനക്ക് കഴിഞ്ഞ മാസമല്ലേ PC ടെസ്റ്റിന് ലീവ് തന്നെ? ഇതിപ്പോ തോന്നുമ്പോ ലീവ് വരുന്നത് എന്താ? കളക്ടർ ഉദ്യോഗ? അത് കഴിഞ്ഞ മാസമല്ലേ? 2 ദിവസം ലീവ് തരും. തിങ്കളാഴ്ച നീ തിരികെ പോന്നോളാം. താങ്ക് യു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നോ? ഓ, കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ബസ്സിലിരുന്നിരുന്നിരുന്ന് വയ്യാണ്ടായി. അത് കൊള്ളാം. എന്തായാലും പെട്ടെന്ന് പോവാ, നീ ടെൻഷൻ അടിക്കല്ലേ. നാട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളൂ. അതെ, വാ നീ വാ, ഞാൻ പറയാം. നീ വാ. ലേറ്റ് ആവും ഷൈന. ഷൈന, വാവ്, സൂപ്പർ. നന്നായിട്ടുണ്ട്. അനക്ക് ചേരുന്നുണ്ട്. പൊളിച്ച്. ഇനി എന്റെ മുക്രി വേഷം പള്ളിയിൽ മതി. ഓക്കെ ഡാർലിംഗ്, താങ്ക് യു. ഈ എന്തിനാണ് ഷാഹിൻ അങ്ങനെ നെർവസ് ആവുന്നത്? സൽമാനെ, 10 ദിവസം കഷ്ടപ്പെട്ട് ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സാ അത് ട്രയൽ ചെയ്തിട്ട് ഓള് പറയാ കൊള്ളൂലെന്ന്. അല്ലെങ്കിൽ സൗന്ദര്യം കുറയുമ്പോ ഡ്രസ്സിനെ കുറ്റം പറയുന്നത് ഈ നടിമാരുടെ സ്ഥിരം നമ്പറാ. ഞാനൊരു കാര്യം പറഞ്ഞ എനക്ക് വിഷമാവോ? ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് കൊള്ളൂലെന്നാണോ? അതല്ല, നമ്മൾ ഒരാൾക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അയാളുടെ പ്രൊഫഷനും സിറ്റുവേഷനും ആദ്യം മനസ്സിലാക്കണം. അയാളുടെ ബോഡി കളർ, സൈസ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അനക്ക് ഈ വിവരമെല്ലാം എവിടുന്ന് കിട്ടുന്നു സൽമാനേ? മതി മതി. ഇപ്പൊ എനിക്ക് സന്തോഷായില്ലേ? ഇനി കഴിക്കും. തീർത്തോ? പിന്നെ അതിനെത്ര നേരം വേണം? സൽമാനെ, ഇത് റമീസിക്ക. സ്കൂളിലെ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചേ. ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നു, ഇപ്പൊ 3ാം ക്ലാസ്സിലാ. പിന്നെ ഇതാരാ?
കെട്ടിയോളാ അല്ല ഫ്രണ്ടാ ഫ്രണ്ടാ ഫ്രണ്ട് എന്താ വെച്ചാല് ഫ്രണ്ട് എന്താ വെച്ചാ ചുറ്റിക്കളി അല്ലേ അല്ലക്ക അല്ല ഫ്രണ്ടാ. അത് ശരിക്കും പറടാ ഫ്രണ്ടാലതാ ഇനിയിപ്പോ പള്ളിയിലെ മുക്കിൽ തന്നെ അല്ലേ അതെ. ഖത്തറില് ഞാൻ ഷോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഓ നിൽക്കുക ഇരിക്കുന്നത് ഒരു തരി സമയല്ലേ. മറ്റന്നാള് തിരിച്ചു പോണം. താജ് ഹോട്ടലിൽ ചെറിയൊരു മീറ്റിംഗ്. അപ്പോ കാണാം. കിട്ടിയ അവസരം നടക്കട്ടെ. എന്തൊരു നോട്ടായിരുന്നു അയാളുടെ, ഒരു ഓവർ ചോദ്യവും. അല്ല അയാള് നിന്നെ എന്താ വിളിച്ചേ? സാൽമോണിന്നോ? അതെന്താ? ഓ ആ. ഈ സാൽമോനി എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഭാഷയിൽ ബാർബർ എന്നാണ്. അതുകൊണ്ടാണ് സൽമാൻ എന്ന ഞാൻ കൂട്ടുകാർക്കിടയിൽ സൽമോനി ആയത്. പഠനത്തിലും ക്വിസ് മത്സരത്തിലൊക്കെ ട്രോഫികൾ ഇങ്ങനെ വാരിക്കൂട്ടുമ്പോൾ ഈ സാൽമോനി വിളികളുടെ എണ്ണവും കൂടി. എനിക്കാണെങ്കിൽ സാൽമോനി വിളി കേൾക്കുമ്പോൾ തന്നെ തരിച്ചു കയറും. എന്തായാലും ആ സംഭവത്തിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് ഞാൻ പുറത്തായി. തല്ലാൻ പ്രത്യേകിച്ച് കാരണം വേണ്ടാത്ത ബാപ്പാച്ചി അത് മതി. അങ്ങനെയാണ് ആലിക്കുട്ടി ഉസ്താദ് എന്റെ ജീവിതത്തിലേക്ക് നടന്നു വരുന്നത്. ആരെ കൊല്ലുന്ന കാര്യം ഉസ്മാനെ നീ പറയുന്നേ? ഈ പാവൻ ചക്കനെയോ? ഓൻ കാണിച്ച പോക്കരുത് ഉസ്താദ് അറിഞ്ഞ നമ്മുടെ അഹമ്മദാജിന്റെ മോന്റെ തല അടിച്ച് പൊട്ടിച്ചതിരിക്കാണ് യാറാൻ പറഞ്ഞത്. ഓരോ സ്കൂളിൽ പോണ്ട. ഓൻ സ്കൂളിൽ പോയിട്ട് ഒരു കാര്യമില്ല. എന്നെ സഹായിക്കാൻ വീടയിൽ വന്ന് നിൽക്കട്ടെ. ജലീലേ, ഈ പോയി അവനെ അഴിച്ചോണ്ട് വാ. ഉസ്താദേ എന്താടോ തല്ലി ചതച്ചല്ലോടോ താൻ? വൃത്തിയും കെട്ടു ദുർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചത്ര ആലിക്കുട്ടി ഉസ്താദ് എനിക്ക് മുമ്പിൽ തുറന്നിട്ടത് ഒരു വലിയ ലോകം തന്നെയായിരുന്നു. പിന്നീട് എമ്മ വരെ പള്ളിയിൽ നിർത്തി പഠിപ്പിച്ചതും ആ പള്ളിയിൽ തന്നെ എന്നെ മുക്രിയെ നിയമിച്ചതും എല്ലാം അദ്ദേഹം തന്നെയായിരുന്നു. ഉസ്താദേ, നിങ്ങൾ ഏത് കിതാബായി പഠിപ്പിക്കണേ? ഞാനപ്പാന കുട്ടികളെ എല്ലാം പഠിപ്പിക്കണം ഉസ്താദെ. അവരെവിടെയും തോൽക്കരുത്. വളർന്ന ഉന്നതങ്ങളിലെത്താനും മനസ്സിന്റെ ജാലകങ്ങൾ തുറന്നിടാനും അവരെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോഴേ അവരുടെ ചിന്തയും ജീവിതവും വിശാലമാകും. എന്റെ ലൈഫ് ഒരു വല്ലാത്ത സ്ട്രഗിൾ ആണല്ലോ സൽമാനെ. വഴി ഒന്ന് മാറി നോക്കേ, ഓരോന്ന് ഇറങ്ങിക്കോട്ടെ. ഹലോ, വേഗം 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 ഇറങ്ങി. കേസ് നിൽക്കുന്ന കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. വാലേക്കും സ്ലാം. അല്ല സൽമാനെ, ഇതാ പുതിയ കുപ്പായൊക്കെ ഇനി മുക്കറി പണിയൊക്കെ നിർത്തിയാ? ഏയ് അതൊന്നുമില്ല ബാബാ. അസ്സലാമു അലൈക്കും. സൽമാനെ, അതാ എന്റെ ചങ്ങായി വിളിക്കുന്ന. ഒരു മിനിറ്റ് ബാപ്പ, ഞാൻ പോയിട്ട് വരാം. സുഖമില്ലായിരിക്കും. കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ട്. ജോലിക്ക് പോയാലേ ബൈ. ഒന്ന് കേറി ചങ്ങായി. ഇവിടെ വീട്ടിലൊന്ന് പോണോട്ടോ. പറമുത്തേ, ഞാനേ നാട്ടിലുള്ളേ. ഞാൻ വൈകിട്ട് വിളിച്ചാലോ? ഓക്കെ ഓക്കെ ബൈ. ആരുടെ ഷായിന? അതൊക്കെ ഉണ്ട്. ഓള് ഫാഷൻ ഡിസൈനറാ.
ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു. എത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ചു കാലായി. ഓളെങ്ങനെ? പൊളിയാ. പൊളിയാന്ന്. നടക്കട്ടെ. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രമേഷ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം ഗ്രാമത്തിൽ അവിടുത്തെ വിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളിലേക്കാണ്. ഇത് എൻ്റെ കൂടെ വേറൊരാളുണ്ട് കേട്ടോ, സൽമാനെ. ഇതാണ് സൽമാൻ, എൻ്റെ ചങ്ക. നമ്മുടെ പൂമ്പാറ്റമുക്ക് ഗ്രാമത്തിന്റെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി. ഇതാണ് നമ്മുടെ നാടിന്റെ കാഴ്ച. ഇതാ കാണൂ. ബാങ്കിലെ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ നാവിനെല്ലാം നീ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പക്ഷെ എന്റെ സ്വഭാവം മാറിയാൽ എന്റെ അണപ്പല്ലവരെ താഴെ കിടക്കും. പിന്നെ എന്നെ തല്ലി ഞാൻ തിരിച്ചും തല്ലും. കഴിഞ്ഞ വലിയേട്ടനാളിന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടല്ലോ. അന്ന് നിന്നെ കൊല്ലാതെ വിട്ടതേ മക്കളെ ഓർത്തിട്ടാ. മക്കളെ ഓർത്ത് ജീവിക്കുന്നൊരു വാപ്പ. ആ പെണ്ണ് വളർന്ന് വലുതായിട്ട് കെട്ടിച്ചു വിടാറ്. എന്നിട്ട് ഒരു തരി പൊന്ന് കരുതിയിട്ടുണ്ട് അതുഷ്ടാങ്ങള്. ലോൺ എടുത്തും കടം മേടിച്ചും പെങ്ങൾക്കും മക്കൾക്കും കൊടുത്തോളി. അവസാനം കിടപ്പാടം പോകുമ്പോ തന്നെ പഠിച്ചോളൂ. ഞാൻ തിരിച്ചടച്ചോളാം. അങ്ങനൊന്നുമില്ല. ആരോടെ ഈ സംസാരം? ആര്? മുക്രിയാണെന്ന് മറക്കണ്ട കേട്ടോ. ഓ പിന്നെ ഇതൊക്കെ. താങ്ക് യു. ഓളാ. ഒന്ന് നേരെ മനുഷ്യ. എൻ്റെ ഉമ്മ. കണ്ടോടി, ഇവനിക്കിപ്പോ പീഡിയയിൽ വന്നിരുന്ന നാട്ടുകാർ മുഴുവൻ കടയുടെ മുന്നേ ക്യൂ നിൽക്കും. ഓന അതിനൊന്നും കിട്ടൂല. ഓൻ ആള് മുക്രിയാണെങ്കിലും വലിയ തുക്കടി സാഹിബാവാനോ ഓന്റെ പൂതി അല്ലടാ. തുക്കിടി സാഹിബായില്ലെങ്കിലും എന്റെ കാക്കാക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഭാവി കൊറേ കാലായി കേക്കണ്. എന്താടാ 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 തുറച്ചു നോക്കണേ? എന്താടാ തുറച്ചു നോക്കണേ? അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോ. തലയിലെടുത്ത് സൽമാൻ ഈ മാസം നേരത്തെ ആണല്ലോ. കുറച്ച് നേരത്തെ. ഉസ്താദേ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? നിങ്ങടെ സൽമാനാണ്. സൽമാൻ സുലൈമാനോ? അല്ലപ്പാ, സൽമാൻ. സലിമ. അടച്ചോനെ, ഓർമ്മയില്ലാണ്ടായ പിന്നെ എന്താ ചെയ്യാ? ഞാൻ പോട്ടെ ഉസ്താദേ. അസ്സലാമു അലൈക്കും. അത് വേണ്ട മോനെ, കയ്യിൽ വെച്ചോ. കയ്യിൽ വെച്ചു. ഒരുപാട് ആവശ്യങ്ങളുള്ളതല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
അബ്ദുക്ക, എന്തേ? നിങ്ങളെ പറ്റി ഒരു പരാതി കേട്ടല്ലോ. എന്ത് പരാതി? പള്ളിപ്പറമ്പിൽ നിന്ന് തേങ്ങ ഇടുന്നതിന് കമ്മീഷൻ മേടിക്കണ്ടല്ലോ. അന്നോടാരാ ഈ തോന്നിയാസമൊക്കെ പറഞ്ഞേ? അറിഞ്ഞു കുട്ടിക്കോളി. ഇനി ആവർത്തി ഞാൻ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഷാഹിൻ ഇതിന്റെ ആരാണ്? ഓള് പുറത്ത് നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ഈ കൊറേ വിളിച്ചല്ലേ? എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു. ഓ ആയിരുന്നോ? നിങ്ങളെ ഉസ്താദിന്റെ ഓരോരോ ചോദ്യങ്ങള് ആയക്കെന്റെ ബയോഡേറ്റ മുഴുവൻ അറിയണം. അല്ല, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുമായിട്ട്? ഓ, മൂപ്പരും ഞാനായിട്ടുള്ള കെമിസ്ട്രി അത്ര പോരാ. പക്ഷെ ആലിക്കുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നപ്പോ സേഫ് ആയിരുന്നു. തുടങ്ങി പിന്നെ ആലിക്കുട്ടി ഉസ്താദുമായിട്ടുള്ള മെമ്മറീസ്. ആലിക്കുട്ടി ഉസ്താദിനെ പറ്റി പറഞ്ഞ തീരില്ല ഷാഹി. മൂപ്പർക്ക് ഒരു കൺഫ്യൂഷൻസിന്റെ ലൈനായിരുന്നു. ടീച്ചിങ്, ഹ്യൂമാനിറ്റി, ഫിലോസഫി. ഷോ അല്ലോ, ബാങ്ക് വിളിക്കാൻ സമയായി. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞാൻ പോട്ടെ ഷാഹി, ഉസ്താദിനെ കൊല്ലും. ഇത് പിടിച്ചാ പോട്ടെ. ബൈ. ഓള് പോയായിരുന്നോ? ഇതൊരു പള്ളിയും നീ ഇവിടുത്തെ മുക്രിയാണ്, അത് മറക്കണ്ട. ഷാഹിന, മോളിങ് വന്നേ. ഈ ടൗണിൽ ഒരു പയ്യനുമായിട്ട് കോഫി ഷോപ്പിൽ പോയിരുന്ന? ലോഡ്ജി റൂം എടുത്ത പോലാണല്ലോ വാപ്പ നിങ്ങളെ ചോദ്യം. പാപ്പ, നിങ്ങളുടെ മോളെ ബെല്ലും ബ്രേക്കും നടക്കാ. ഓളെ ഇവിടെ പൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ദുഃഖിച്ചോ? ഷൈന, എന്റെ അഹമ്മദ് ഇത്തിരി കൂടുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടായിരിക്കും. ഒരാൾക്കിപ്പം കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിച്ചത് അത്ര വലിയ തെറ്റൊന്നുമല്ല. നിങ്ങളാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കണത്. ഈ പ്രദേശത്ത് ഓള് മാത്രമാണ് +2 പാസ്സാവാത്തത്. അതൊന്ന് പാസ്സാവാൻ നോക്കാതെ ഓള് ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ എന്നും പറഞ്ഞ് കുറെ കാലം തെണ്ടി നടന്നു. എന്നിട്ടിപ്പോ ഒരു തല്ലിപ്പൊളി സ്ഥാപനത്തിലാ ജോലി എന്നും പറഞ്ഞു പോണത്. എന്റെ ഉമ്മ ഓക്ക് അതിന് കൃത്യമായിട്ട് ശമ്പളം പോലും കിട്ടലില്ല. ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പണിയെടുക്കുന്നുണ്ട്. മേലെണ്ണക തന്നെ പോലെ തിന്ന് മുടിക്കല്ല. ഷൈന, ദേ നോക്കി. ഇനി നെഞ്ചിലേക്ക്, ഇനി സൈഡിലേക്ക്. ഇനി സൈഡിലേക്ക്. ഇനി സൈഡിലേക്ക്. അല്ല, സർലീച്ച എവിടെ പോയി? ഓ, ഡാൻസ് കഴിഞ്ഞപ്പോ അവള് പുറത്തുപോയി. ഈ വക കാര്യത്തിലൊന്നും അവളെ കിട്ടില്ല. പ്രസംഗേ ഉള്ളൂ, പ്രവർത്തിയിലില്ല. ആ, നീ കട്ട് ചെയ്യ്. കട്ട് ചെയ്യ്. നല്ലൊരു കാര്യം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. Many more happy returns of the day. Thank you very much. Thank you. Oh, എന്താ ഇത്? ഓപ്പൺ. ഇനി ബർത്ത്ഡേ കുട്ടി കൈയൊന്ന് നീട്ടിക്കേ. എങ്ങനെയുണ്ട്? ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. സൂപ്പർ അല്ലേ? സൂപ്പറാ. നിനക്ക് നല്ല മാച്ചാ.
താങ്ക് പോവാ നമുക്ക്. ഇഷ്ടായാ? എനിക്കിഷ്ടായി. എങ്ങനെ ചൂസ് ചെയ്തു? അത് പിന്നെ എനിക്കറിയില്ല. ഇടനെഞ്ചിൻ താടം വെട്ടി പിടിച്ച ഒരു പെണ്ണാളെ ഷാഹീന. എങ്ങനെ ഓർത്തു എന്റെ ബർത്ത്ഡേ? ഇന്നൊരു മഹാന്റെ കൂടി ബർത്ത്ഡേയാ. ആരുടെ അറിയോ? ഇല്ല, പറ. ഖലീൽ ജിബ്രാൻ. പുള്ളി വലിയ കവിയും എഴുത്തുകാരനും ചരിത്രകാരനും ഒക്കെയാ. ഓ, പുള്ളി പറഞ്ഞൊരു മാസ് ഡയലോഗ് ഉണ്ട്. എന്താണെന്നറിയോ? അറിയില്ല. വാ. ഒരാളെ ഇഷ്ടപ്പെടാനായിട്ട് ഒരു സെക്കൻഡ് മതി. പക്ഷെ ഒരാളെ മറക്കാനോ ഒരു ആയുസ് മുഴുവൻ ശ്രമിച്ചാൽ നടക്കൂല. ആണോ? ആന്റി ഖലീൽ ജിബ്രാനോട് പോയി പറ ഇത്തരം പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ. ജീവിതത്തിനെ പറ്റി ഒരു ബോധ്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു നിമിഷം കൊണ്ടൊക്കെ പ്രണയിക്കാൻ പറ്റൂ. പിന്നെ ഒരാളെ മറക്കണമെങ്കിലോ ജസ്റ്റ് 1 സെക്കൻഡ്, ഒരേ ഒരു നിമിഷം മതി. സംശയമുണ്ടോ? ഈ വിഷമിക്കണ്ടോ? ഈ നമ്മുടെ ചങ്കല്ലേ അതാണ് അവന്റെ ഒരു ഖലീൽ ജിബ്രാൻ. പീഡിയന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യില്ല. എന്റെ വാപ്പാന്റെ മോയിലാണ്, അതിന്റെ ഓഹരിയാണ് ഞാൻ ഈ ചോദിക്കണത്. ഹംസ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഈ ഒന്ന് സമാധാനായിട്ടിരിക്കും. ഓൻ അടങ്ങൂല. ഓന്റെ വീടിന് കുഞ്ഞിപ്പാത്തു സ്ക്രൂ കയറ്റി വിട്ടതല്ലേ, ശൗര്യം കുറച്ച് കൂടും. കെട്ടിയോളെ കാണുമ്പോ പേടിച്ച് വളി വരുന്ന നിങ്ങൾ തന്നെ. നിങ്ങൾ സൂക്ഷിച്ച് സംസാരിച്ചോളി. അവിടെ ഇരിക്കണ മൂത്രം ഒഴിച്ച വെള്ളം എടുക്കാത്ത ഇജ്ജോട് സംസാരിക്കാൻ നിൽക്കണേ. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നല്ല ഐക്യത്തോടെ നടന്ന സഹോദരങ്ങളാണെന്നുള്ള ഓർമ്മ വേണം. ദാവൂദ് അജിക്ക് എന്താ പറയാനുള്ളത്? കേസ് കോടതി പോട്ടെ. ഈ ഹംകിനെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചതും ഗൾഫിൽ വിട്ടതും ഞാൻ ചോര നീരക്കുണ്ടാക്കിയ കാശ. എല്ലാം ഞാൻ കോടതിയിലെ തെളിവ് സഹിതം ബോധിപ്പിക്കും. നല്ല പ്രായത്തിൽ ഓനിട്ട് നടന്ന ഷെഡുകൾ വരെ ഞാൻ മേടിച്ചു കൊടുത്തതാ. മൂപ്പരുടെ വർത്താനം കേട്ടില്ല ഞങ്ങള്. ഇതെന്താണ് ഈ ഷാട്ടിനും കോണത്തിന്റെ വർത്താനം മൂപ്പിക്ക് ഒന്നുള്ളതാ. നമുക്ക് കോടതി കാണാം. കോടതിയിലേക്ക് അതും കഴിഞ്ഞ് ഓലൊക്കെ പാടുന്ന കോടതിയിലേക്ക് പോയി. ഞങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കണേ? ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോവാ. എനിക്കായിരുന്നു വേറെ മനുഷ്യനെ വിളിച്ചു വരുത്തി അപമാനിക്കാൻ. ഇല്ലാണ്ട് എന്താണ്? ഒട്ടകങ്ങൾ വരി വരി വരിയായി നിര നിര നിരയായി കാരക്ക മരങ്ങൾ. അയ്യോ, അസ്സലാമലൈക്കും ഉസ്താദ്. വാലൈക്കും സലാം. ഉസ്താദ് കാര്യങ്ങൾ അറിഞ്ഞാ? എന്തേ? വീഡിയോ ഇപ്പോൾ വൈറലാ. നോക്കിയോ ഉസ്താദെ, പള്ളിയിലെ മുക്രി അമ്പലത്തിൽ പോയിട്ട് തെയ്യത്തിൻ്റെ കയ്യിൽ കുറി വാങ്ങുന്നു. ഇവനിത് എന്തിൻ്റെ കേടാ ഉസ്താദെ? ഉസ്താദിന്റെ ചാനലിനേക്കാളും ലൈക്കും ഷെയർ ഇപ്പൊ മുക്രിക്ക. എനിക്ക് തോന്നുന്ന ചെയ്യും. എന്നാ ഓൻ്റെ പോണ എനിക്കൊന്ന് കാണണമല്ലോ. ഹലോ ഷാഹിന, അന്റെ ഉമ്മാനെ പോയി വിളിക്കണം പന്നി. അന്റെ കാവൂരടി തീർക്കിഞ്ഞ പുന്നായിരിക്കും കെട്ടിച്ചു.
അവൻ നിന്നെ എന്നാ ചെയ്തേ? അയ്യോ അയ്യോ, ചോര. പഠിച്ചോനെ, ചെറുക്കൻ്റെ ഒരു കോള്. കരയണ്ട. സാരമില്ല, കരയണ്ട. ശരി വക്കീൽ, കോടതി വെച്ച് കാണാം. അസ്സലാമു അലൈക്കും. വാലൈക്കും ഇസ്ലാം. ആ അസ്രഫേ, ആ ഉസ്താദിനുള്ള ഭക്ഷണം എടുക്കാതെ മുക്രി വന്നേക്കണ്. ആ എന്തൊക്കെയുണ്ട് മുക്രി? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള വാശിയും വഴക്കൊന്നും നല്ലതല്ല. അത് വിട് മുക്രി, ഈ നീതി ന്യായവും പ്രമാണമൊക്കെ എനിക്കും അറിയാം. ഖുറാനിലെ സൂറത്ത് കാലത്തെക്കുറിച്ച് സത്യം. നിശ്ചയമായി മനുഷ്യൻ നഷ്ടത്തിലാണ്. വിശ്വസിച്ചവനും സൽക്കർമ്മങ്ങൾ ചെയ്തവനും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിച്ചവനും ഒഴികെ. വല്ലസർ ഇന്നൽ ഇൻസാന ലഫീ ഹുസ്ർ ഇല്ലല്ലദീന ആമിനു വഅമിനു സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സുബ്ർ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. സലാം അലൈക്കും. സലാം. വാലൈക്കും സലാം റഹ്മത്തുള്ളാഹ്. എന്താ നിങ്ങൾ വന്ന്? ഇന്ന് മുതൽ ആ പീഡികന്റെ അവകാശം അനക്ക. എനിക്കത് വേണ്ട. എന്താ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ? കൂടപ്പിറപ്പുകൾ തമ്മിൽ ഈ വഴക്കും മക്കാണൊക്കെ ഉണ്ടാക്കിയ നാളെ പടച്ചോന്റെ അടുത്ത് ചെല്ലുമ്പോ സമാധാനം കിട്ടില്ലടാ. എന്നാ മേടിച്ചോ. പിടിക്കടോ. കഥ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താളി. ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. വേണ്ട വേണ്ട മോനെ, അത് നീ എന്നെ വെച്ചോളൂ. ഇതനക്കുള്ളതാ. ശാരദേ, ശാരദേ, ആ ബിൽ ബുക്ക് ഒന്ന് റെഡിയാക്കട്ടാ. ഓക്കെ. ഷാഹിനെ വരാതായിട്ട് ഒരാഴ്ചക്കാലത്തോളായി. ഓളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അല്ല, നിങ്ങളാരാ? ഫ്രണ്ടാ. ഓ ഓളുടെ അഡ്രസ്സ് കിട്ടുമോ? അഡ്രസ്സോ? 1951 പൂവപ്പറമ്പിൽ ശ്രീധരമേനോൻ സ്ഥാപിച്ച സ്ഥാപനമാണിത്. ഇവിടുത്തെ തൊഴിലാളികളുടെ സ്വകാര്യമായിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തു നിന്ന് വരുന്ന ആർക്കും ഞങ്ങൾ ഷെയർ ചെയ്യാറില്ല. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ മാനേജ്മെന്റ് എന്നും തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി എന്നും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പോരെ സൽമാനെ, തള്ളേന്റെ ഒരു പ്രസംഗം കേട്ടില്ലേ? നിന്റെ തള്ള അവന്റെ ഒരു തൊള്ള. ഈ ടെൻഷൻ അടിക്കേണ്ട സൽമാനെ, എന്തായാലും വഴി ഉണ്ടാക്കാം. മക്കളെ, അതെ, ആ മൂശേട്ട് അങ്ങനെയേ സംസാരിക്കൂ. ഷാഹിൻ എന്നോടെല്ലാം പറഞ്ഞു. അവളെ വീട് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. അതങ്ങ് പുറകെ വെച്ചോളി. അതങ്ങ് വലിച്ചു കിട്ടാൻ പറയും. കെട്ടി തുടങ്ങിക്കോളീന്ന്. അല്ല ഉസ്താദേ, റാത്തീബ് നടക്കുന്ന ദിവസമായിട്ട് പള്ളിയിലെ മുക്രിയവിടെ പോയി. ഓനോട് ഇല്ലേ? ഓന്റെ പൊടി പോലും കാണാനില്ല. അത് മാത്രല്ല ഉസ്താദെ, പല കാര്യത്തിലും ഓൻ നിങ്ങൾ ഓട്ടേക്ക് ഇല്ലേന്നൊരു സംശയം എനിക്കുണ്ട്. ഓനെന്താ ഹെവി ലൈസൻസ് ഉണ്ടാ? നിങ്ങൾ നേരെ വാ നേരെ പോന്നാണ്. പക്ഷെ ഓനങ്ങനല്ല കേട്ടോ. ഓനെ സൂക്ഷിച്ചോളി, ഓൻ നിങ്ങളെ കുടി ചാടിക്കും. പള്ളി തീരാത്ത പല കേസുകളും ഓൻ ഇടപെട്ടാണ് കോംപ്രമൈസ് ആക്കണമെന്നാണ് നാട്ടിലൊക്കെ സംസാരം. അത് ഓൻ ഉണ്ടാക്കണതല്ലേ? അതങ്ങനെ തന്നെയാണ്. ഇത് എന്തൊരു പോഴത്തിനാടാ ഈ പറയണേ? ചെമ്മീൻ ചാടിയ മുട്ടോളം, അതിനപ്പുറം ചാടിയ നിർത്ത് നിർത്ത്. സൽമാനെ, സൽമാനെ,
ആരാ? സൽമാൻ. ഏത് സൽമാൻ? ഷാഹിനയുടെ ഫ്രണ്ട്. അസ്സലാമു അലൈക്കും. എന്താ പ്രത്യേകിച്ച്? ഷാഹിനെ കാണണം. മോനെ, നീ വേഗം വീട്ടിൽ വാ. സൽമാനെ പെണ്ണോട്ടിനെ കെട്ടണോല്ലടാ. എടി പ്ലീസ്, എന്നെ ഞാനൊന്ന് പോട്ടെ. വിടട്ടെ പ്ലീസ്. എന്താ ഇത് കാണിക്കുന്നത്? മാറാ അങ്ങോട്ട്, അങ്ങോട്ട് മാറാൻ. ഷാജാനെ വേണ്ട, നമ്മുടെ മുക്രി സൽമാനെ കുറിച്ച് ഇവിടെ ചിലർ ഉന്നയിച്ച പരാതികൾ മഹൽ കമ്മിറ്റി തികച്ചും ഗൗരവമായി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും സെയ്ദ് അലി ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ആലിക്കുട്ടി ഉസ്താദ് ഉണ്ടാക്കിയ പയ്യനാവും. പക്ഷേങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അത് ഗൗരവമായിട്ട് തന്നെ കാണണം. നിങ്ങളെല്ലാവരും പറയണമാതിരി ഓൻ അത്ര പ്രശ്നക്കാരനൊന്നുമല്ല. ഒന്നുമില്ലെങ്കിലും ഓൻ പഠിപ്പൊക്കെ ഉള്ള ഒരുത്തനല്ലേ. കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക ബാക്കവി. സൽമാൻ നിങ്ങൾ വിചാരിച്ചപ്പോൾ താളൊന്നുമല്ല. ഓൻ അസലൊരു വഹാബിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ നോക്കുമ്പോണ്ടാവും ഓൻ അത് എതിർക്കാൻ വരുന്നത്. ഇന്നലെ ഇവിടെ നടന്ന റാത്തീബിനിടയില് ഓമെന്ന് കയറിയ കോലം നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? സയ്യിദ് അലവി ഉസ്താദിന്റെ റിപ്പോർട്ടും കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്ത് മുക്രി സൽമാനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നന്നായി. കമ്മിറ്റിയുടെ തീരുമാനം നന്നായി. അതെ അതെ. നോക്ക് സൽമാനെ നിക്ക്. എന്തൊക്കെ പോട്ടേക്ക. ഞാൻ വിളിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശരി. അങ്ങനെ ആസല്ലോ ഒഴിവായി. ഇക്കാക്ക. സൽമാ, നിങ്ങൾ എന്തോന്നും മിണ്ടാത്തേ? എൻ്റെ മുഖത്തെന്താ ഒരു മുറിവ്? വന്നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കണു. അനക്കെന്താ എൻ്റെ വായിൽ നാക്കില്ലേ? ഞാൻ പള്ളിയിൽ നിന്ന് പുറത്താക്കി. പള്ളിയിൽ നിന്ന് പുറത്താക്കി? എന്താ കാര്യം?
മോളെ എനിക്ക് സൽമാനെ മറക്കാൻ കഴിയില്ല മാമ. പ്ലീസ് ഞങ്ങളെ പിരിക്കല്ല മാമ. പ്ലീസ് പ്ലീസ് മാമ. എന്തെങ്കിലും ചെയ്യും മാമ. സൽമ, ആ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ചോറ് വാർത്ത് വെച്ചാളാ. ഓ ഒന്ന് വണ്ടി കയറി. വരാല്ലേ. അയ്യോ, അയ്യോ, നിങ്ങൾ എന്റെ മേലെ പിടിക്കണ്ട. എന്നെ തല്ല ചതച്ച് ഈ പരുവത്തിലാക്കിയിട്ട് ഞാൻ മയ്യത്തേല് ഇങ്ങക്ക് വേറെ നിക്ക കഴിക്കല്ലോ. അയ്യോ വേണ്ടേ, ഇനിയൊരു നിക്കാവ് താങ്ങാനുള്ള കരുത്ത് ഈ ശരീരത്തിലില്ലേ? കാബാഭൂമിയിൽ കിബറിന്റെ വേദിയിൽ അറിവിന്നിശലുപാകി ആയിഷ എന്നും തിളങ്ങിടും വിളങ്ങിടും പോരിഷ, തിളങ്ങിടും വിളങ്ങിടും പോരിഷ, തിളങ്ങിടും വിളങ്ങിടും പോരിഷ. മോളെ താഴേക്കൊന്ന് ഇറങ്ങി വാ. ദേ വാപ്പ ഒരു കാര്യം ഉറപ്പ് തരാം.
അന്റെ സമ്മതം ഇല്ലാണ്ട് വേറൊരാളെ കൊണ്ടും അന്നെ കല്യാണം കഴിപ്പിക്കൂല. ഞാനല്ലേ പറയുന്നേ, ഒന്ന് വാ. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. അതെ. ഇത് നാസിറിന്റെ ബാപ്പ, ഇത് നാസിറിന്റെ മാമൻ. രണ്ടുപേരും ടെക്സ്റ്റൈൽ ബിസിനസ്. മോളെ വിളിക്കും. ഞാൻ സലാഹുദ്ദീൻ, ഖത്തറിലെ വർക്ക് ചെയ്യുന്ന ഷാഹിനയുടെ മാമൻ. ഖാദർ ബഹറിലായിരുന്നു. കഴിക്ക്. മറ്റേ കാര്യം പറഞ്ഞിട്ടുണ്ടോ? മറ്റേ കാര്യം മറ്റേ ഒരു ചെറുക്കനോട്ട് അടുപ്പുള്ള ഏതൊരു ചെക്കനായിട്ട് അടുപ്പുള്ള കാര്യല്ലേ? അതൊക്കെ ഇന്നത്തെ കാലത്ത് കുഴപ്പമുള്ള ഒരു കാര്യമല്ലെന്നേ. അവനും നാസറിനും ഉണ്ടായിരുന്ന ഒരു ബന്ധം ഒരു കുട്ടിയായിട്ട്. ഇന്നത്തെ കാലത്ത് അതൊക്കെ ഇല്ലാത്ത ആർക്കാ. വാ മോളെ. മോളെ, ഇതാണ് നാസർ. മോളും ഫാഷൻ ഡിസൈനിങ് ആണല്ലേ പഠിച്ചത്? നാസർ ഫാഷൻ ടെക്നോളജിയാണ് പഠിച്ചത് കാനഡയിൽ. ഇപ്പൊ അവൻ ഹിന്ദി സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാം. സൽമാനെ, നീ അറിഞ്ഞ സേവ് ദ ഡേറ്റ് എൻ്റെ ഷാഹിനാൻ്റെ അടുത്ത ഞായറാഴ്ച അവളെ കല്യാണം. എന്താ എൻ്റെ പ്ലാൻ? ഈ എന്ന് വിളിച്ച ഓളെ ഇറങ്ങി വരുമോ? ജീവിതത്തിനെ പറ്റി ഒരു ബോധ്യമില്ലാത്ത ആൾക്കാർക്ക് ഒരു നിമിഷം കൊണ്ടൊക്കെ പ്രണയിക്കാൻ പറ്റും. പിന്നെ ഒരാളെ മറക്കണമെങ്കിലോ ജസ്റ്റ് 1 സെക്കൻഡ്, ഒരേ ഒരു നിമിഷം മതി. സംശയമുണ്ടോ? ഹലോ, എന്ത്? എടാ പ്രമിഷൻ, എടാ വന്നേ വിജയേട്ടാ, താ വരണു. എടാ വണ്ടി എടുക്ക്, വണ്ടി എടുക്ക് പ്രമിഷ, വേഗം കാര്യം പറഞ്ഞു വീട്ടിലോട്ട് പോ. രമേശ് ഏട്ടാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ സൽമാൻ. ചേട്ടാ, ശരി. ചേട്ടാ, ഓ ചായ കുടിക്കുന്നില്ല? ഞാൻ നേരത്തെ കുടിച്ചിരിക്കണം. സൽമാൻ, എനിക്ക് വേണ്ട.
ഉസ്മാനൊക്കെ ഭാഗ്യവാനോ, പടച്ചോൻ കിടത്തി കഷ്ടപ്പെടുത്തിയില്ലല്ലോ. ഉമ്മ എവിടെ? ഉമ്മകത്ത് ഇരിക്കുക. സാറേ, ഭർത്താവ് മരിച്ച മുസ്ലിം സ്ത്രീകളെ ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ് ഇദ്ദ. ഇവിടുത്തെ അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ ഉസ്മാനിക്ക മരിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂന്നും അറിയാം. പക്ഷേ ഇത് നിയമപരമായിട്ടുള്ള കാര്യമല്ലേ, ഞങ്ങൾക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ഉസ്മാനിക്ക ആകെ 6 ഗഡുക്കളാണ്. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല സാർ. 4 വർഷം മുമ്പത്തെ ലോണാണിത്. ഇപ്പോഴേ മുതലും പലിശയും ചേർത്ത് 6.25 ലക്ഷം രൂപയായി. 1 മാസത്തിനകം നിങ്ങൾ ലോൺ അടച്ചില്ലെങ്കിൽ ബാങ്കിന് ജപ്തി നടപടിയിലേക്ക് പോകേണ്ടി വരും. ഞാൻ ഈ കാര്യങ്ങളൊന്നും ഉമ്മാനായിട്ട് സംസാരിച്ചിട്ട് ബാങ്കിലോട്ട് വന്നാൽ പോലെ സാർ. കൂടുതൽ വൈകണ്ട. ഓക്കെ സാർ, എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട്? വെള്ളമൊക്കെ പിന്നെയും കുടിക്കാം. നിങ്ങൾ ആ ലോൺ ക്ലോസ് ചെയ്യാൻ നോക്കി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, സത്യമായിട്ടും. ഞാൻ പിന്നെ നിന്റെ മോന്റെ പരിപാടിക്ക് വരാതിരിക്കണോ? ഞാൻ ഭയങ്കര ഇത് പിടി, എന്റെ വക. ഞാൻ പറയാറില്ലേ, അസ്സലാമു അലൈക്കും. GK11 ഗൂഗിളിൽ തോപ്പിക്കും. ചുമ്മാ സിയാക്ക പറയുന്ന വന്ന് അന്ന് എന്നെ ചങ്ങായിമാരെ എല്ലാരെയും വിളിച്ചിരുന്നു. നിങ്ങൾ വരില്ലാന്നായിരുന്നു ഞങ്ങള് വിചാരിച്ചു. ഓനും ഇവിടെ ചങ്കല്ലേ, ഞാൻ വരാതിരിക്കോ? എന്റെ ചക്കനെന്ത് ഓനകത്തുണ്ട്. ഗംഭീര സെറ്റപ്പാണല്ലോടാ. എല്ലാരും കുത്തിരിക്കിട്ടോ, എല്ലാരും കുത്തിരിക്കി. ശുക്കൂറിന്റെ പെണ്ണുങ്ങളെ കുത്തിരിക്കി. പിന്നെ ആ ബിരിയാണി ചെമ്പ് ഇറക്കി വെച്ചിട്ടുണ്ടാ. കുരുമുളക് പൊടി കുറച്ചിട്ടുള്ളൂ. സുൽഫത്തെ കുട്ടീനെ നേരെ പിടിച്ചു കൊടുക്ക്. ഐഷ, കുട്ടിയുടെ തലയിൽ മുറിയാക്കല്ലേ. എന്റെ ഈ കത്തി കൊണ്ട് ഇന്നേവരെ ഒരു കുഞ്ഞിന്റെ തലയിൽ ഒരു പോർല് പോലും ഏറ്റിട്ടില്ല. എന്റെ എത്താ ഇച്ചിന്റെ പൊന്നാര ഒത്തല്ലേ, അന്നെ ഞാൻ നോക്കൂലേ. ആയിഷ, കുഞ്ഞിന് ഉമ്മ കൊടുക്കല്ലേ. പല ജാതി പേരെ കൂടെ കേറി ഇറങ്ങണതാ. സിയാദേ, എന്റെ ഉമ്മയുടെ വാ ഉമ്മ. പോട്ടെ. ഈ ഒസാൻ ചെറുക്കനാടാ നിന്റെ വലിയ ഫ്രണ്ട്. സൽമാനെ, കുളിക്കണില്ലേ? ഞാനില്ല. ഇറങ്ങി ചങ്ങായി. ഞാനില്ലടാ. സങ്കടങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ഞാനില്ല. തടകി മണത്തെ സമയത്തിൽ ഉടനവനെത്തി മനസ്സുള്ളിൽ സരസിതമുത്ത് മധുരത്തിൻ. പഴയൊരു പാട്ടാ, ഇറ്റായിരുന്നു ആ കാലത്ത്. ആ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്. ചില സമയത്തെ ഭാഗ്യം നമ്മളെ തേടി വരും. അപ്പൊ അങ്ങ് കയറി പിടിച്ചോണം. പിടിച്ചാൽ കിട്ടിയതാണ്. നമ്മളത് വിട്ടുകളഞ്ഞാലോ എത്ര ശ്രമിച്ചാലും ആ സാധനം തിരിച്ചു വരികയില്ല. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാ? ഇല്ല. ഇല്ല, അതാണ്. ഇതാ നിങ്ങൾ അങ്ങോട്ട് നീങ്ങിയെന്നേ. പുതിയ നേറ്റിയാണല്ലേ പെരുന്നാളിനെ എടുത്താ. ഇതൊന്ന് പിടിച്ചേ, ഇതുകൂടി ഒന്ന് പിടി. ഇനി ഈ വേല നമ്മൾ ചെയ്തോളാം. ഞാനിപ്പോ വന്നെന്നൊക്കെ വെച്ചാലേ
നമ്മുടെ സെൽമയ്ക്ക് നല്ലൊരു കല്യാണാലോചനയിട്ട് വന്നാണ്. അല്ല, സെൽമ കോളേജിൽ പോകുന്ന വഴിക്ക് ചെക്കനോള് കണ്ടിട്ടുണ്ട്. ആ കല്യാണം ഒന്നും ഇപ്പൊ നടക്കില്ല ഷാജി. ഓള് പഠിക്കട്ടെ. പോരാത്തേനെ കയ്യിൽ കാശുമില്ല. ഇത്ത അതിന് കാശ് ആര് ചോദിച്ചു? അവര് വലിയ പുരോഗമനവാദികളാ. അവർക്ക് പൊന്നും വേണ്ട, പണവും വേണ്ട. നല്ല കാണാൻ മുഞ്ചുള്ളൊരു പെണ്ണും നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണിന് മാത്രം മതി. അങ്ങനെയുള്ള എന്നെയല്ലേ ഞാനിങ്ങോട്ട് കൊണ്ടുവരൂ. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇതെങ്ങനെയുണ്ട് നോക്കിയേ. നിങ്ങളെ അരച്ച ബാക്കി അരച്ചെന്നേ ഉള്ളൂ. അഡീഷണലൊന്നും ഞാൻ എൻ്റെ അകത്തിട്ടില്ലായിരുന്നു. ഞാനേ സൽമാൻ എന്ന് വിളിക്കട്ടെ. 9447 സൽമാൻ. സൽമാൻ, ഇജെവിടെയാ? ആ, ഞാനേ എൻ്റെ വീട്ടിലുണ്ട്. ഇങ്ങോട്ടൊന്ന് വരുമോ? ഓഹോ, ചില കാര്യങ്ങൾ ഒന്ന് സംസാരിച്ച് റെഡിയാക്കാനുണ്ട്. ഓക്കെടാ. അവനെ ആര്യ ബൈക്കിൻ്റെ പുറകെ ഇരുന്ന് എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അല്പം പുരോഗമന ചിന്താഗതിക്കാരാ. സ്ത്രീധനമൊന്നും ഞങ്ങൾക്ക് വേണ്ട. പഠിപ്പും അത്യാവശ്യം വർക്കത്തൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ നോക്കുന്നത്. അല്ല, അതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. പെണ്ണെ BSc ലാസ്റ്റ് ഇയറാ. ഓ, ഇത്രയും മുഞ്ചുള്ള ഒരു പെണ്ണ് ഈ വാർഡിൽ വേറെ ഇല്ല, ഉറപ്പ്. സൽമ, മോള് വാ. അങ്ങോട്ട് വെക്കൂ. പേരെന്താ? സൽമ. മൊത്തം പറയും മോളെ. സൽമ ഉസ്മാൻ. ഉസ്മാൻ എന്ന് പറഞ്ഞ വാപ്പാടെ പേരാണേ. വാപ്പ മരിച്ചിട്ട് 6 മാസമായില്ലേ? എന്തേനു ഇവർക്ക് ജോലി? ബാർബർ ഷോപ്പ് ആയിരുന്നു. ബാർബർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ സലൂണ്. കട്ടിങ് ഷേവിങ് കൂടെ 100 രൂപയുള്ളൂ. നിങ്ങൾ ഒസാമാരാ? എണീക്ക്. ഇരിക്കണം. അല്ല, ചായ മിശ്രം ഒന്നും കഴിച്ചില്ല. ലഡു ഉണ്ടായിരുന്നല്ലോ. പുരോഗമനവാദികൾ അവിടെ നിന്നേ. ഞാൻ ഈ പഞ്ചായത്തിൽ പൊതുപ്രവർത്തകനാ. ഞാനൊരു ചെറിയ പുരോഗമനവാദിയാ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ച പുരോഗമനവാദത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നിട്ട് പോയാൽ കൊള്ളാം. ആണ്ടൊന്നും പറയാതെ പോണു. നീ വിട്ടോ? ആ, ശരിയടാ. ഓക്കെ, ക്ലബിൽ കാണാതെ. ആ, വാ. പനിയുണ്ടല്ലോ. സൽമ, സൽമ. ഓളിയിടില്ല. ഇച്ചെന്നോട് ദേഷ്യപ്പെടരുത്. നമ്മുടെ വലിയ വാളിയക്കാരുടെ കുടുംബത്ത് ഒരു ചടങ്ങ്. എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സൽമയെ നിർബന്ധമായിട്ട് കൊണ്ടുപോയി. ഓൾക്ക് ചടങ്ങും മുടിയാളയിലൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോൾ ഓർക്ക് പേരിനൊരു അസാധ്യം മതിയെന്ന് ഒരേ വാശി. ഓൾക്ക് നാളെ എക്സാം ഉള്ളതല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഇനി വീട്ടിൽ ഒസാത്തിമാര് വേണ്ട, ഒസാ മതി. അഭ്യസ്തവിദ്യനായ ഒരു ചെറുപ്പക്കാരൻ
തന്റെ ജീവിത സാഹചര്യം കണക്കിലെടുത്ത് തുടങ്ങിയ ഒരു തൊഴിലായി മാത്രം നമ്മളിതിനെ കണ്ടാൽ മതി. പിന്നെ ഇവിടെ തളച്ചിടേണ്ട ഒരാളൊന്നും അല്ല നമ്മുടെ സൽമാൻ. എന്തായാലും ഉസ്മാനിക്കയുടെ കുടുംബമായിട്ടുള്ള ബന്ധം കണക്കിലെടുത്ത് ഞാൻ ഈ സലൂണിന്റെ പേരെന്താ? സാൽമോനി സലൂൺ. അതെ, സാൽമോനി സലൂണിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊള്ളുന്നു. മുറിക്കട്ടെ സൽമാനെ. സൽമാൻ എല്ലാവർക്കും മുട്ടായി കൊടുത്തോ? ശരി ചേട്ടാ. വാ, അത് എടാ, ഇതിനൊരുപാട് പൈസ ആയോടാ? കുറച്ചിറക്കേണ്ടി വന്നു. ആണോ? കുറെ നാളായിട്ട് എന്റെ ഈ മുടി ഒന്ന് കുറയ്ക്കണം. ഓ, അതിനെന്താ, ആദ്യത്തെ കച്ചവടം നമ്മൾ തന്നെ ആയാലോ? ഓക്കെ അല്ലേ? ഓക്കെ. പൈസ. സൽമാൻ എന്നെ ഓർമ്മയുണ്ടോ? ദിവ്യാണോ? ഓർമ്മയുണ്ടല്ലേ? സംഭവം നമ്മള് കണ്ടിട്ട് കുറെ നാളായെങ്കിലും നമ്മള് സ്കൂളിൽ അടുത്തടുത്ത് ക്ലാസ്സിൽ പഠിച്ചതല്ലേ? അതെ. അന്ന് 28 ആയിരുന്നില്ലേ ദിവ്യയുടെ റോൾ നമ്പർ? അതെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. പണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ കുഞ്ഞപ്പി സാർ വരുമ്പോ കുറെ പദ്യങ്ങളൊക്കെ ചൊല്ലിട്ടല്ലേ വരാറ്? അതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടല്ലേ? ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അങ്ങനെ എല്ലാം നമ്മൾ മറവിക്ക് വിട്ടു കൊടുക്കരുത്, അതും പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ. നീ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. 5ാം ക്ലാസ്സിൽ ഏതോ ഒരു ചെക്കന്റെ തലയടിച്ചിട്ട് മുങ്ങിയ ആളല്ലേ നീ? നീ ഇടയ്ക്ക് പള്ളിയിലൊക്കെയാന്ന് കേട്ടു. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പള്ളിയിൽ നിന്നൊക്കെ പോരേണ്ടി വന്നു. അല്ല, ഇപ്പൊ ദിവ്യക്ക് എന്താ പരിപാടി? വലിയ ജോലിയൊക്കെ കാണൂലോ? വലിയൊരു ജോലിയാ. അക്ഷയ സെന്ററിന്റെ ഓണർഷിപ്പ് കിട്ടി. ഈ അക്ഷയ സെന്ററിലാ? ദിവ്യ PG ഒക്കെ വരെ പഠിച്ചതല്ലേ? സർക്കാർ ജോലിക്കൊന്നും ട്രൈ ചെയ്തില്ലേ? നീയും വലിയ പഠിപ്പും വിവരമൊക്കെ ഉള്ള ആളല്ലേ, നിനക്ക് കിട്ടിയില്ലേ സർക്കാർ ജോലി? ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അത്ര മോശം പരിപാടി ഒന്നുമല്ല. ഒരു കട്ടിങ്ങിന് 80 രൂപയാ. പിന്നെ ഒരു അനീതി ഉണ്ടായിരുന്നില്ലേ, MBBS എന്തോ പഠിക്കുന്ന? അടുത്ത മാസം അവളുടെ ഫൈനൽ എക്സാമാ. അപ്പൊ നമ്മുടെ നാട്ടിലൊരു ഡോക്ടർ കൂടിയായി. സൽമാന് സമയം കിട്ടുമ്പോ ഒന്ന് വീട് വരെ വരണം. അത് അച്ഛൻ ആക്സിഡന്റിന് ശേഷം കിടപ്പില്ല, അപ്പൊ ഒന്ന് മുടി മുറിക്കാനാ. ഞാൻ അടുത്ത ചൊവ്വാഴ്ച വരാം. ആയിക്കോട്ടെ, എന്നാ ശരി, ഞാൻ പോട്ടെ. ഓക്കെ, ശരി. കമ്പനി പറയണത് നീയും നിന്റെ ഏജന്റും എന്റെ പേരിൽ പണം അടച്ചിട്ടില്ല എന്നാണ്. എന്റെ ദിലീപ, ഞാൻ ഈ പരിപാടി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നീ വെറുതെ ഓരോന്ന് പറഞ്ഞു. നിനക്കിനി അത്ര സംശയം ഉണ്ടെങ്കിൽ നീ പോയി ഈ കമ്പനിയിൽ അന്വേഷിക്ക്. മുരളി സാറിന്റെ മോൻ ഹരീഷ് പുതിയ വീട് വെച്ചല്ലോ. വളവ് തിരിഞ്ഞിട്ടുള്ള പുതിയ വീടല്ലേ? 20,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇവിടാണ് സാർ പാർക്കിങ്. സാർ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും അതുപോലെ തന്നെ വരുത്തിയിട്ടുണ്ട് സാർ. നോക്കണം സാർ. ഇതാണ് സാർ നമ്മുടെ പുതിയ പ്ലാൻ. മൊത്തം അബദ്ധങ്ങളാണല്ലോ കാണിച്ചു വെച്ചിരിക്കുന്നത്. നോക്കി ചെയ്യുമോനെ. മോനോടല്ല, എഞ്ചിനീയർ സഞ്ജയോടാ ചോദിക്കുന്നത്. ഇത് മൊത്തം അബദ്ധങ്ങളാണല്ലോ കാണിച്ചു വെച്ചിരിക്കുന്നത്. ചില അബദ്ധങ്ങളിൽ നിന്നാണല്ലോ പുതിയ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റണത്. ഇത് 19ാമത്തെ പ്ലാനാ താൻ വരയ്ക്കുന്നത്. എന്നിട്ട് പാഠം പഠിച്ചില്ലേ? 10-ന്നും 15-ന്നും 16-ന്നും മാറ്റം വന്നിട്ടുണ്ടല്ലോ. അതെന്ത് ഐഡിയ ഉണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ വരച്ചാൽ മതിയായിരുന്നല്ലോ. ഇതില് കാഷ്വാലിറ്റി ആടാ വരച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. ഫസ്റ്റ് ഫ്ലോർ. ഇതാ തനിക്ക് കോമൺ സെൻസ് ഇല്ലെന്ന് പറയുന്നത്. ഒരു ആശുപത്രിയുടെ കാഷ്വാലിറ്റി ഫസ്റ്റ് ഫ്ലോറിലാണോ കൊണ്ടുവയ്ക്കുന്നത്? അത് ഗ്രൗണ്ട് ഫ്ലോറിലല്ലേ? അതിന് ഞാൻ വേറൊരു ഐഡിയ കണ്ടിട്ടുണ്ട് സാർ. നമുക്ക് റോഡിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പാത്ത് മേളിലോട്ട് കൊടുക്കാം. റോഡിൽ താൻ മാറ്റിയാൽ മതി. ഈടാണ്ട. അല്ല, ലിഫ്റ്റ് ഉപയോഗിക്കാമല്ലോ. ഒരു ആക്സിഡന്റ് പറ്റിയ രോഗിയെ ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുവരുന്ന ആടക്ക ഗ്രൗണ്ട് ഫ്ലോറിലേക്കല്ലേ? അവിടുന്ന് ലിഫ്റ്റിൽ കെട്ടിപ്പൊക്കി ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോഴേക്കും കറണ്ട് ചെലവാവൂലേ? മാത്രമല്ല, ആ സമയം കൊണ്ട് ആൾക്കെന്തെങ്കിലും സംഭവിച്ച ആരും ഉത്തരം പറയും. ഒന്നും സംഭവിക്കരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാൻ ഇത് പള്ളിയല്ല പണിയുന്നത്, ആശുപത്രിയാണ്.
വെറുതെ അല്ല താൻ ഗുണം പിടിക്കാത്തത്. എക്സ്ക്യൂസ് മീ സാർ, ഇതായത് ഹലോ, എന്റെ സോഫി, എനക്ക് എന്തിന്റെ കേടാ? ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. അതെ, ഞാൻ ഒന്നാമത് വരച്ച പ്ലാൻ ആ കാരണവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെങ്ങനെങ്കിലും ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എടി, ഇതിപ്പോ 19ാമത്തെ പ്ലാനാണ് ഞാൻ ഈ വരയ്ക്കണത്. ഇത് ശരിയാവില്ല, ഇനിയും വരയ്ക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേ. പച്ചക്കറി എന്റെ വായിരിക്കണ പച്ചത്തെറി കേൾക്കാതെ നീ ഫോൺ വെച്ചേ വെക്ക്. സാർ, നമ്മുടെ പ്ലാൻ 19ാമത്തെ പ്ലാനും ചീറ്റി. ശരി സാർ. ബാർബറ, എന്റെ രണ്ടാമത്തെ മോള് മെഡിസിൻ കഴിഞ്ഞ് അടുത്ത മാസം എത്തും. അപ്പോൾ സിറ്റിയില് ഓൾക്ക് ഒരു ആശുപത്രി പണിയണം. അതിന്റെ പ്ലാനാ അത്. ബാർബർ കേൾക്കുന്നുണ്ടാ? ഞാൻ മൂടുന്നുണ്ട്. കത്രികയുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒന്ന് ഉറക്ക മൂള് ബാർബറെ. അച്ഛാ, അയാളുടെ പേര് ബാർബർ എന്നല്ല, സൽമാൻ എന്നാ. അങ്ങനെ വിളിക്കൂ. ബാർബറിന് പിന്നെ ബാർബർ എന്നല്ലാതെ നമ്പൂരിച്ചാന്ന് വിളിക്കാൻ പറ്റോ? അല്ലടേക്കാ. മുടി വെട്ടിക്കഴിഞ്ഞാൽ കുളിക്കാം. വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഓൾക്ക് ഒരു എല്ലു കൂടല്ല. വെറുതെ അല്ല ഗുണം പിടിക്കാത്തത്. എന്റെ അച്ഛൻ വലിയ വലിയ പ്ലാനൊക്കെ പറയുന്നുണ്ടല്ലോ. അച്ഛൻ്റെ ഓരോരോ സ്വപ്നങ്ങള്. മീര ചെറുതായിരിക്കുമ്പോ തന്നെ അവളൊരു ഡോക്ടർ ആക്കണം എന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പിന്നെ വലുതായി പഠിപ്പിച്ച് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ പണിയണമെന്നൊക്കെ ഉണ്ട്. അതിന് കൂട്ടു നിൽക്കാൻ ഒരു മണ്ടനായ എഞ്ചിനീയറും. പുള്ളി ഇതുവരെ പ്രോപ്പർട്ടി പോലും കണ്ടിട്ടില്ല, എന്നിട്ടായി ഈ പ്ലാൻ വരെയൊക്കെ. ചിലപ്പോ ഒക്കെ നടക്കുമായിരിക്കും. എവിടെ നടക്കാനാ? തനിക്ക് ഞങ്ങളുടെ വീടിന്റെ അവസ്ഥയൊന്നും അറിയില്ല. അവളിപ്പോ സെൽഫ് ഫൈനാൻസിങ് കോഴ്സിനല്ലേ ചേർന്നിരിക്കുന്നത്. അതിന് തന്നെയുണ്ട് കുറെ കടങ്ങള്. പിന്നെ ഈ പ്ലാനും ഹോസ്പിറ്റലും ഒക്കെ. അല്ല, അച്ഛന് കുറെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, ഓരോന്നും സഹായിക്കില്ലേ? ബന്ധുക്കൾ ഒരു മിനിറ്റ്. എന്തോ ബന്ധുക്കളൊക്കെ ഉണ്ട്. അച്ഛന്റെ സ്വഭാവം കാരണം ഇങ്ങോട്ട് ആരും അടുക്കാറില്ല എന്ന് മാത്രം. ആകെ വരുന്നത് അപ്പുറത്തെ വീട്ടിലെ മാഷും ഭാര്യയുമാ. വേറെ ആരും ഇങ്ങോട്ട് വരാറില്ല. അയ്യോ, പൈസ. എല്ലാവരും വീട്ടിലെ അവസ്ഥ അതൊക്കെ തന്നെ. അറിയാടോ, എപ്പോഴെങ്കിലൊക്കെ ശരിയാവുമായിരിക്കും. ശരിയാവും. അപ്പൊ ശരി. ശരി. മെമ്പർ, നമ്മളെ പള്ളീൻ്റെ മുമ്പ് കൂടെയുള്ള റോഡ് ശരിയാക്കണം. നിങ്ങൾ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി മെമ്പർ പറഞ്ഞാൽ ശരിയാവൂല. നമുക്ക് നോക്കാം. അടുത്ത പ്രാവശ്യം മെമ്പറാ, നമ്മൾക്ക് അത്രേ അറിയാനുള്ളൂ. എന്നാ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം മറക്കാം. സജീവേട്ടാ, ഇതെവിടെയാണ്? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? കാണാറില്ലല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ചേട്ടാ? കളിച്ച് കളിച്ച് മുറത്തേക്ക് ഒരു കൊത്തണോടാ. സജീവ, എടാ സൽമാനെ, നിനക്കറിയില്ല ഞാൻ ആരാ? മെമ്പർ വിജയ. നിങ്ങളും ചെവിയെന്നുള്ളിക്കോളൂ. നീ ഒട്ടും മെമ്പറും കൂട്ടല്ലേ? ദിവ്യയുടെ കൂടങ്ങാണ് ഇനി നിന്നെ കണ്ട. ഇത് തൊട്ടാപ്പോഴുള്ള വിഷയ. ഒരാഴ്ചക്കുള്ളിൽ പൈസ കിട്ടും. പിന്നെ ഞാൻ ഓഫീസോട് സംസാരിച്ചിട്ടുണ്ട്. സജീവേട്ടാ. ഓ ആ നമസ്കാരം. സജീവേട്ടനും കൂടെ വന്നേ. ദിവ്യ മോള്. എന്നെ താ മോളൊന്നും വിളിക്കണ്ട. സജീവേട്ടനും കൂടെ ഇറങ്ങാൻ. ഒരു മിനിറ്റ്, നിങ്ങൾ പൊക്കോ. ഞാൻ അടച്ചോളാം, പൊക്കോ. സജീവേട്ടൻ എന്തിനാ എന്റെ പേര് പറഞ്ഞ് സൽമാന്റെ കടയിൽ പോയി തല്ലുണ്ടാക്കിയേ? നീ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ തന്റെ സൽക്കാരം കൂടാന്ന് വന്നാല. അത് മാത്രമല്ല, എനിക്ക് തഞ്ചോട് അകത്തിരുന്ന് സംസാരിക്കാൻ വേണ്ട. പണ്ട് താൻ ഒരിക്കൽ കയറി പിടിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചിലക്കാതിരി കണ്ടോ, ഒസാമാരൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിട്ട് നീ വർത്താനം പറഞ്ഞു. ദേ, അമ്മാവന്റെ മോനാ നോക്കില്ല വെച്ച് തരും ഞാൻ. സജീവേട്ടന്റെ കാര്യം നോക്കി ജീവിച്ചാ മതി. എന്റെ പൊന്നു ദിവ്യ, തല്ലുകിട്ടി മതിയായി. ഇതും തടിയേടാവണ പരിപാടിയാണെങ്കിൽ ഞാനില്ല കേട്ടോ. എടാ, ഒരു 10 മിനിറ്റ് നീ അഡ്ജസ്റ്റ് ചെയ്യാം. അവരിപ്പോ വരും, സെറ്റ് ആക്കാം.
എന്നാലും ബ്രോക്കർ ഫീസ് വാങ്ങാൻ ബോഡി ഗാർഡിനെയും കൊണ്ടുവരുന്ന ആദ്യത്തെ റിയൽ എസ്റ്റേറ്റുകാരെ നീ. നീ ചിരിക്കല്ലേ, അവരിപ്പോ വരും. കുറച്ച് ബോൾഡായിട്ട് ചിരിക്കാണ്ട് അല്ലത് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? പോവുമോ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഞാനൊരു പ്രാരാബ്ധക്കാരിയായി പോയില്ലേ. ഇവരൊക്കെ വലിയ ടീമാ. ഒരെണ്ണത്തേക്കൊന്നും എനിക്ക് തോന്നണല്ലോ. എനിക്കും തോന്നുന്നുണ്ട് തേക്കുന്നു, പക്ഷെ നോക്കാം. ഞാൻ വന്നിട്ട് വിളിക്കാം. അതെ, ഡോക്യുമെന്റ്സ് ഒക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. അതെ 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 അതെ. ഞാൻ വന്നിട്ട് വിളിക്കാം. അതെ, ഡോക്യുമെന്റ്സ് ഒക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. അതെ 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 അതെ. അയ്യോ, ഇവിടുന്ന് ഉടനെ ഇറങ്ങാം. ദിവ്യമോളെ, പിന്നെ ഇതെന്താ അറിയോ, ഇത് മോളുടെ കമ്മീഷൻ. ഇതിൽ 60,000 ഉറുപ്പ്യുണ്ട്. പിന്നെ അത് കമ്മീഷൻ. ഇത് പുറമെ കുട്ടിയുടെ വണ്ടിക്ക് എണ്ണ അടിക്കാൻ വേണ്ടിട്ട് 1000. അല്ല, ഇതാരാ? ഇതെന്റെ കസിൻ ബ്രദറാ. ഓക്കെ, കാണാം. മീരയ്ക്ക് ഫീസ് അടയ്ക്കാനുള്ള പൈസയായി. നീ ആ ഉസ്മാന്റെ മോനല്ലേ? നീ എങ്ങനെ ഇവളുടെ കസിൻ ബ്രദർ ആകും? ശരി, അത് വിട്ടേക്ക്, അയാളോട് പോകാൻ പറ. കണ്ട ചെലവുണ്ട്. എന്റെ സൽമാനെ, ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. എന്താ കാതർക്ക? നമ്മളെ കൃഷ്ണൻ നായരെ രണ്ടാമത്തെ മോളിലെ ഓള് ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ട് ആടുന്ന ഒരു ചെക്കനായിട്ട് കൊളത്തിയിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. പൊരെ കൊണ്ടുവന്നിക്ക്. ഇവിടെ ദിവ്യന്റെ അനീതിയോ? അത് തന്നെ. അല്ലേ, അയാള് വലിയ ആശുപത്രി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ കുട്ടീനെ അവിടെ ഡോക്ടറാക്കി വെക്കാന്ന് വിചാരിച്ചാ. എല്ലാം പൊളിഞ്ഞിട്ടോ. എന്താ ചെയ്യാ? ടിക്കറ്റ് കൺഫേം ആണ്. നീ അകത്തേക്ക് ഇരിക്കുന്നോ? വാ, ഞാൻ ഇപ്പൊ വരാവേ. നമുക്ക് ഇറങ്ങിയാലോ? അവിടെ നിൽക്കുന്നു. ഇന്നത്തെ ഫ്ലൈറ്റിന് ഞങ്ങൾ ബാംഗ്ലൂർ എത്തും. നീ വരത്തില്ലേ? വരണം. ചായ വേണ്ട, കുടിച്ചോ? ഞാൻ കുടിച്ചായിരുന്നു. മീര ഇവിടെ ഉണ്ട്. അതെ. നോക്കിയത് അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു. എന്തിന്? ചേച്ചി എന്നോടൊന്നും പറയാറില്ലല്ലോ. എന്ത്? ഞാനും അറിഞ്ഞു ഇവിടുത്തെ ചില കാര്യങ്ങൾ. ഏതോ ബാർബറുമായിട്ടുള്ള ചേച്ചിയുടെ ക്രഷ്. പക്ഷെ കുറച്ചുകൂടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു. താങ്ക്സ് ഡാ, താങ്ക് യു സോ മച്ച്. ഞങ്ങളിന്ന് വൈകിട്ടുള്ള ഫ്ലൈറ്റിന് തന്നെ ബാംഗ്ലൂർക്ക് എത്തും. അവിടെയല്ലേ പാർട്ടിയൊക്കെ? എന്താ ഇത്? അമ്മയുടെ ഓർണമെന്റ്സാ. ഇത് കുറച്ചല്ലേ ഉള്ളൂ. അമ്മ മരിക്കുമ്പോൾ ഇതിൽ നിറയെ ആഭരണങ്ങളാണെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. കുറച്ചൊന്നിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട് പണയം വെച്ചു. നീ അടുത്തവണ വരുമ്പോൾ എടുത്തുതരാം. എനിക്ക് ഈ ഓർണമെന്റ്സിനോടൊന്നും താല്പര്യമില്ല. എന്നാലും അമ്മയുടെ മുതലല്ലേ, ഇരിക്കട്ടെ. സൽമാൻ, ഇവിടെ ഉണ്ടായിരുന്നോ? നീ വിളിച്ചപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതാ ഫോൺ എടുക്കാൻ പറ്റാതിരുന്നു. മീരൻ ജസ്റ്റിന് ഇപ്പോൾ പോയേ ഉള്ളൂ. 1 മണിക്കൂറായി ഇറങ്ങിയിട്ട്. ഇന്ന് വൈകുന്നേരം അവർ ബാംഗ്ലൂരിലേക്ക് പോവാം. നല്ല പയ്യനവൻ, നല്ല ക്യാഷ് ടീമാ. പിന്നെ അവരുടെ പരിചയത്തിൽ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവൾക്ക് ഫൈനൽ കഴിഞ്ഞിട്ട് MDക്ക് അവിടെ ചേരാലോ. സത്യത്തിൽ ഒരാളുടെ ഫാമിലി സ്റ്റാറ്റസും ബാങ്ക് ബാലൻസും ആണ് അയാളുടെ മെറിറ്റ് നിർണ്ണയിക്കുന്നത്, അല്ലേ? അതൊക്കെ പോട്ടെ, അച്ഛനെന്ത് പറയുന്നു? അച്ഛനകത്തുണ്ട്. എനിക്ക് അച്ഛനെ ഫേസ് ചെയ്യാൻ വയ്യ. നീ ഒന്ന് ചെന്ന് സംസാരിക്കൂ. ബാർബറായിരുന്നു. മുടിയൊന്നും വളർന്നിട്ടില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് വാ.
കിടന്നുറങ്ങണം. കൃഷ്ണമാമ, ഇളയതിനെ നസ്രാണി കൊണ്ടുപോയി, മൂത്തനെ ഓസാൻ വെച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് പോയി ചത്തൂടെ? അവളിനി കൊണ്ടുവിടാൻ പോയി കാണും. ഈ ആ ദിവ്യം വലിയ അടുപ്പത്തിലെ നാട്ടുകാർക്കിടയിൽ ടോക്കുണ്ട്. അനക്കും തുടങ്ങി നാട്ടുകാരുടെ സ്വഭാവം. നാട്ടുകാരങ്ങനെ വില കുറച്ച് കാണണ്ട. ഈ എന്റെ കൂടെയാണോ അത് നാട്ടുകാരുടെ കൂടെയാണോ? ഞാൻ എൻ്റെ കൂടെ തന്നെയാ. തല്ല് കിട്ടി കിട്ടി മടുത്ത് മനുഷ്യൻ. നീ ഒരു കാര്യം മനസ്സിലാക്ക്, ഓളമായിട്ടുള്ള അടുപ്പം നിനക്ക് നല്ലതിനല്ല. ആ കുടുംബം എന്ന് പറഞ്ഞാൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. ആ കിഷൻ നായർ സ്വഭാവം അറിയാലോ. ഡാ വേണ്ടളിയാ, വേണ്ട. അച്ഛാ, അച്ഛാ, വാട്സപ്പ് തുറന്നാല് കൃഷ്ണൻ നായരെ പോട്ടം തന്നെ. അശോക ചെന്നോക്ക. നിന്റെ പേരാണോ സൽമാൻ? ആ സാറേ. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷൻ വരെ വരണം. എന്താ സാറേ? വന്നിട്ട് പറയാം. ആ, നീ ഇങ്ങോട്ട് വാ. നിനക്ക് ഏതെങ്കിലും തീവ്രവാദ സംഘടനയായിട്ട് ബന്ധമുണ്ടാടാ? സാറെന്താ ഉദ്ദേശിച്ചത്? ഞാൻ എന്താ ഉദ്ദേശിക്കേണ്ടത്? അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ചെടുക്കാൻ നിനക്ക് എവിടുന്നാടാ ട്രെയിനിങ് കിട്ടിയത്? പറയടാ. സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. ഞങ്ങൾക്കറിയാടാ. ആ കൃഷ്ണനായരെ നീയും ദിവ്യയും ചേർന്ന് കൊന്ന് കുഴിച്ചു മൂടിയതല്ലേ, അല്ലടാ? സത്യം പറഞ്ഞ എനിക്കൊന്നും അറിയില്ല സാറേ. ഞാൻ പറയിപ്പിക്കാം സാറേ. എന്താ സാറേ ഇത്? സംശയത്തിന്റെ പേരിൽ അവരെ പിടിച്ചോണ്ട് വരിക, 3-ാം മുറയിലൂടെ അവരെ ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കുക. കേരള പോലീസിന് ഇത് എന്ത് പറ്റി സാറേ? മെമ്പറെ വരണം, അങ്ങ് പഞ്ചായത്തിൽ മതി. തൽക്കാലം അയാൾ മാറി നിൽക്ക്. ആ, അതുവിടെ ജനപ്രതിനിധിയാ. ചിലപ്പോ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും ഇടപെട്ടെന്നിരിക്കും. ആഹാ, എങ്കിൽ ഈ കസേരയിൽ കയറിയിരുന്നോ, എന്നിട്ട് നീതിയോ ന്യായോ എന്താ നടപ്പിലാക്കിക്കോ. പിന്നെ കൃഷ്ണനായരുടെ കേസ് അതല്പം കുഴപ്പം പിടിച്ചതാ. മാൻ മിസ്സിംഗാ. നാട്ടിൽ ചില ഊഹാപോഹങ്ങൾ ശക്തമാണ്. പോലീസിന് അതിനനുസരിച്ച് കേസ് എടുക്കേണ്ടി വരും. തെളിവ് കിട്ടിയാ പിടിച്ചകത്തിട്ടോ. പക്ഷെ അതിനു മുമ്പുള്ള വിചാരണയും പീഡനം അത് വേണ്ട. ആ, ഞാനവനെ കൊണ്ടുപോവാ. വടാ. അത് നിങ്ങളൊന്നും പറയണ്ട, ആദ്യം അവൻ അവിടെ ഉണ്ടോ നോക്കട്ടെ. സൽമാനെ, എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാ ഞങ്ങൾ വന്നേക്കണത്. ആ കൃഷ്ണൻ നായരും നീയും ആ ദിവ്യയും ചേർന്ന് തല്ലിക്കൊന്നു എന്നാണല്ലോ നാട്ടുകാർ പറഞ്ഞത്. സത്യമാണോ? ഒന്നുമില്ലേലും താൻ കുറെ കാലം മുക്കരായിട്ട് ജോലി ചെയ്തല്ലേ ഞങ്ങായി. ഉളുപ്പുണ്ട് നിനക്ക്? ഉളുപ്പ്. ഈ നാട്ടിലെ സമാധാനങ്ങളായിരുന്നു. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സൗഹാർദ്ദത്തോടെ ജീവിക്കുകയാണ്. ഒരു ഒസാഞ്ചക്കം കാരണം അതില്ലാണ്ടാക്കരുത്.
നിങ്ങളെ മഹലിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. ഇവനോടൊക്കെ എന്ത് പറയാൻ? വാ, വാ, നമുക്ക് പോവാം. നിക്കേ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഞങ്ങളെ എന്നാ മഹല്ലുകാരായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? ശരക്കാൻ പോണവരെ നിങ്ങൾ ആരെങ്കിലും കൂടെ ഇരുത്താറുണ്ടാ? ഓരോ കുടിന്ന് നിങ്ങൾ നിക്കാഹ് കഴിക്കലുണ്ടാ? മഹലിന്ന് പുറത്താക്കും പോലും. എന്റെ മോൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലേ അത് കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും ഈ നാട്ടില് പോലീസും കോടതിയുണ്ട്. മൊല്ലാക്കമാരെ രാജ്യം ഭരിക്കുന്ന നാടുകൾ വേറെ കുറേയുണ്ട്. അത് ഈ നാട്ടിൽ വേണ്ട. നിങ്ങൾ ചെല്ലേ. ഉസ്മാനെ ചവിട്ടി ഊരി അടിച്ചോളാം. അച്ഛനെ ഞാനും നീയും കൂടി അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കണേ. നാട്ടിലൊന്നും ഇറങ്ങിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാ സജീവന്റെ പണിയാണ്. അച്ഛനൊന്നും വരുത്തരുതെന്ന് മാത്രമേ എനിക്കിപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളൂ. പിന്നെ നാട്ടുകാർ പറയുന്നൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാനും വിഷമം കാരണം എല്ലാവരും നിന്നെ പ്രതിസ്ഥാനത്ത് കാണുന്നു. ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. പ്രശ്നാവോ? ദിവ്യ, സജീവേട്ടനാടി മോളെ. സജീവൻ വടക്കത്ത്. ആ മോളെ, നീ ഉറങ്ങിയോ? ദിവ്യ മോളെ, ദിവ്യ വാതിൽ തുറക്ക് മോളെ. മോളെ, ഞാനാ സജീവേട്ടൻ. വാതിൽ തുറക്ക് മോളെ. വാതിൽ തുറക്കൂലെങ്കിൽ പോ. അയ്യോ, സജീവേട്ടനല്ലേ? വാതിൽ തുറക്കോളെ. നീ എന്തിനാ പേടിക്കണേ? എന്റെ സജീവേട്ടനല്ലേ? തുറക്കോ മോളെ. സജീവേട്ടെങ്കിൽ പോ. ഞാൻ വാതിൽ തുറക്കൂല, നിങ്ങൾ പോ. എന്റെ ദിവ്യ, ഞാൻ ഈ വഴി പോയപ്പം നീ ഇവിടെ ഒറ്റക്കാണല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ഇതിലെ വന്നേ. നീ എന്നിട്ട് അമ്മാവൻ പോയ പിന്നെ നിന്നെ കുറിച്ച് ഓർക്കുമ്പോ സജീവനുള്ളിൽ തീയാ മോളെ. സജീവേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ പോ. എന്റെ മോളല്ലേ, തുറക്ക. സജീവേട്ട നിങ്ങൾ പോയേ. ഒന്ന് പോ സജീവേട്ട. ദിവ്യ പ്ലീസ്, നീ തുറക്ക്. സജീവേട്ടനല്ലേടി? നീ തുറക്കില്ലടി.
ഇത് ദിവ്യ. ഓളെ വിളിച്ചകത്തുകൊണ്ടോ? ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ദിവ്യ ചെല്ല് ചെല്ല്. അടച്ചോ. സൽമാന് എന്താണ് ഈ പാതിരാത്രിക്ക്? ചേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തേ? ഞാൻ ദിവ്യനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ദൈവമേ, എന്താടാ? എന്താ എന്താ ശരിക്കും എന്താ ഉണ്ടായത്? ചേട്ടാ ഞാൻ പറയാം. ചേട്ടനൊന്ന് വീട് വരുവാ. ചേട്ടാ ഒന്ന് വാ. ഡാ സൽമാനെ, എന്താടാ ഇത്? ചേട്ടാ താണ്ട് നെറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ. എന്താടാ ഇത്? ഓരോന്നും വരുത്തി വെച്ചിട്ട് വരും മനുഷ്യന് ഓരോ പണിയുണ്ടാക്കാൻ. നീ അവളെ വിളിച്ചേ. സൽമാൻ, എന്താ നിന്റെ പ്ലാൻ? എവിടെ? എല്ലാവരും ഉണ്ടല്ലോ. എന്തിന്റെ പേരിലായാലും നീ അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഒരു രേഖയുടെ പിൻബലം വേണം, അല്ലെങ്കിൽ നാളെ ഈ നാട് കത്തും. തൽക്കാലം ദിവ്യ എന്റെ വീട്ടിൽ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ തീരുമാനിക്കാം. വാ. വിജയേട്ടാ നോക്കിയേട്ടാ. ചേട്ടാ, ആ സജീവം എടുക്കണ ഓന് തെമ്മാടത്തിനെ കാണിച്ചു കൂട്ടിട്ടെ സൽമാനും ദിവ്യക്കെതിരെ കേസ് കൊടുത്തേക്കാ. ഞാൻ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ടുണ്ട്. വൈകുന്നേരം നമ്മളോട് എല്ലാരോടും അവിടെ എത്താൻ. അല്ല, ഓനെയും വിളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നീ ആ ദിവ്യ വിളി. ഓള് നല്ല ടെൻഷനില്ല. അന്നെ വിളിച്ചിട്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടാ. ഇതേ മെമ്പറെ, നിങ്ങൾ ആള് ജെന്യൂനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതുമാതിരി കേസ് കെട്ടിൽ ഇടപെട്ട് നിങ്ങളെന്തിനാ നിങ്ങളുടെ ഇമേജ് തകർക്കുന്നത്? ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ കേസുണ്ട്. ഇതൊരു ദിവ്യ, ഒരു സൽമാൻ, പിന്നെ കൃഷ്ണൻ നായർ. ഇയാളുടെ പേരെന്താ? സാർ, ഇത് സജീവൻ. സാർ, സജീവൻ വടക്കതിൽ. നീ ഇൻഷുറൻസ് ഏജന്റ് ആണോ? അതെ സാർ, ഇൻഷുറൻസ് ഏജന്റ് ആണ്. കോടിപതിയാണെന്ന് പറയും. വടക്കേതിൽ സജീവ, എന്തോ ഈ പാതിരാത്രി വീട്ടിൽ കയറി അടി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? സാറേ, ഈ പകലും പാതിരാവും ഒക്കെ ആ വീട്ടിൽ പോകാനുള്ള അവകാശം എനിക്കുണ്ട് സാറേ. എൻ്റെ അമ്മാവൻ്റെ വീടാ സാറേ. ശരിയാ സാർ, ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇയാളാണ്. അതെ സാർ. സാറേ, ഞാനിപ്പോൾ പാതിരാത്രി വന്നു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പരാതി. സാറേ, ഈ പാതിരാത്രി ഇയാളെങ്ങനെ സാറേ അവിടെ വന്നേ? സാറേ, ഈ കുട്ടി വിളിച്ചിട്ടാ സൽമാനോടെ പോയത് അല്ലടാ? അതെ സാറേ, എന്നെ വിളിച്ചിട്ട് തന്നെ ഞാൻ പോയത്. കണ്ടോ സാറേ, അപ്പൊ വിളിയുണ്ട്, അവിടെ ചെല്ലലുണ്ട്. സാറേ, അത് അന്വേഷിക്കാൻ വേണ്ടിയാ ഞാൻ അവിടെ ചെന്നേ. അതിന് എനിക്ക് എല്ലാവരും കൂടെ തന്ന സമ്മാനവും സാറേ കാണുന്നേ. നോക്ക്, എനിക്ക് പോലീസിൽ വിശ്വാസമുണ്ട് സാറേ. സാറേ, ഇയാൾ പറയുന്ന പച്ചക്കള്ളമാണ്. പാതിരാത്രി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ഇയാൾ വാതിലും പൊളിച്ച് ഉള്ളിൽ വരാൻ ശ്രമിച്ചപ്പോഴാ സഹി കേട്ടിട്ട് ഞാൻ സൽമാനെ വിളിച്ചത്. പാതിരാത്രി മുറച്ചെറുക്കാൻ വീട്ടിൽ കയറി വന്ന് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോ കാമുകനല്ല വിളിക്കേണ്ടത്, പോലീസിനെയാ. സാറേ, റേപ്പല്ല സാറേ, അങ്ങോട്ട് നടാ. സാറേ, ഇതിന് മുഖം നോക്കാതെ നടപടി എടുക്കണം.
വീട് അതിക്രമിച്ച് കിടക്കൽ, പീഡന ശ്രമം, ബാർബർ ഷാപ്പ് അടിച്ചു തകർക്കൽ. ഇതിന് തക്കതായ നടപടി എടുത്തേ പറ്റും. സാർ, ഈ ദിവ്യയുടെ അച്ഛൻ, അതായത് എന്റെ അമ്മാവൻ കൃഷ്ണൻ നായരുടെ തിരോധാനം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്തുള്ളത് ഞാൻ മാത്രമാണ്. സാർ, അതിന്റെ പേരിൽ എന്നെ തകർക്കാനുള്ള വ്യാജ ആരോപണങ്ങളാണ് ഇതെല്ലാം. സാർ, അതിന് ഈ മെമ്പർ കൂട്ടു നിൽക്കുകയാണ് സാർ. വടക്കേതിൽ സജീവ. എന്താ സാർ? ഒരു വാറണ്ടുണ്ട്. വാറണ്ട്? സാറേ, എന്തിനാ? പഴയ ഒരു ഇൻഷുറൻസ് തട്ടിപ്പ് കേസിൽ ഇയാൾ പിടിച്ച് അകത്തുണ്ട്. അയ്യോ, മെമ്പർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ചോദിക്കാനെങ്കിലും സമയം. എന്നാ ശരി. നീ അവിടെ നില്ലേ? നീ പൊക്കോ, നീ പൊക്കോ, നീ പൊക്കോ. നീയേ കൂടുതൽ വിളയണ്ട. ഓൾ വിളിച്ച നീ ചെന്ന് തലയടിച്ച് പൊട്ടിക്കോ. ആ കൃഷ്ണനായരുടെ കാര്യത്തിൽ നിനക്ക് പങ്കിടുന്നുള്ള കാര്യം എനിക്കറിയാം. സാറേ, എനിക്ക് പങ്കില്ല. CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കും നിനക്ക് പങ്കുണ്ടോ ഇല്ലേ എന്ന്. തൽക്കാലം നീ ചെല്ല്, പോ, വിട്ടോ. ഇതാരാ? എന്റെ ലോക്കൽ ഗാർഡിയനാ. ലോക്കൽ ഗാർഡിയന്റെ പേരെന്താ? സന്ദീപ്. സന്ദീപ്. സന്ദീപോ? അങ്ങനെ ഒരു പേരുണ്ടോ? എന്നാ ലോക്കൽ ഗാർഡിയൻ ഇതിൽ ഒപ്പിട്. ബീനേച്ചി, ഈ കുട്ടിക്ക് റൂം കാണിച്ചു കൊടുക്ക്. പോയിക്കോളൂ. എന്നാ സന്ദീപ് കിട്ടോ. പിന്നെ ഇത് മാന്യമര്യാദയ്ക്ക് നടത്തുന്നൊരു സ്ഥാപനമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള വിവരാന്വേഷണം ഒന്നും വേണ്ട. ശരി. വാ. ടെൻഷൻ അടിക്കണ്ട, ഞാൻ വിളിക്കാം. കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട്. പോട്ടെ. ഓക്കെ. എടോ, മതി, പോയിക്കോളൂ. അല്ല, ഞാൻ വേണ്ട, പോയിക്കോളൂ. എന്ത് കടം വാങ്ങി ബാർബർ ഷോപ്പ് പണിയാനും നിൽക്കണ്ട. എന്നായാലും നിനക്കൊരു സർക്കാർ ജോലി കിട്ടും. അതുവരെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കാൻ നോക്കും. എങ്ങോട്ട് മാറി നിൽക്കാൻ? നീ നമ്മുടെ സാധിക്കാനെ ഒന്ന് പോയി കാണും. മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു വിസ റെഡിയാക്കാൻ. എവിടെ പോയാലും പ്രശ്നങ്ങളാണ്. എനിക്ക് മടുത്തു. രണ്ടും കൂടെ അവിടെ. സൽമാനെ, ഇങ്ങ് വന്നേടാ. ആ, വിജയേട്ടൻ വന്നല്ലോ. സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. വാ. ദിവ്യ. ഗുഡ് മോർണിംഗ് സാറേ. നമസ്കാരം സാർ. ഇരിക്കൂ. കൃഷ്ണൻ നായരെ കാണാതായ വിഷയത്തിൽ സൽമാനെ ഞങ്ങൾ കുറച്ച് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. CCTV ഫൂട്ടേജ് കിട്ടിയപ്പോഴാണ് സംഗതിയുടെ വസ്തുത ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സോറി. അവരെങ്ങ് വിളിക്കും. നമസ്കാരം സാർ. അപ്പോൾ ഇയാളാണ് കൃഷ്ണൻ നായരെ കന്യാകുമാരിയിൽ കൊണ്ടുപോയത്. അയ്യോ, കർത്താവിനാണ് ഞാൻ നിരപരാധിയാണ് സാറേ. എന്നോട് പറഞ്ഞു കന്യാകുമാരിയിൽ ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ, അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകാൻ ഒരു വണ്ടി വിളിച്ചു വിട്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പയ്യൻ്റെ ടാക്സി വിളിച്ചു വിട്ടു കൊടുത്തത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ സാർ എങ്ങനെ ഈ വീൽ ചെയറിൽ ഒറ്റയ്ക്ക് പോകുന്നു? അപ്പോൾ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവരുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്ലാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്രൂവൽ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സഹായം ചെയ്തത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഇയാളാണോ കൊണ്ടുപോയത്? ഇയാൾ പറഞ്ഞിട്ടാണ് സാർ ഞാൻ വണ്ടി ഓടിച്ചത്, അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല സാർ. മെമ്പർ ഒഴിച്ച് എല്ലാവരും ഒന്ന് പുറത്തേക്ക്. നീ അവിടെ നിൽക്ക്. സാറേ, ഈ സൽമാനോട് സോറി പറയേണ്ട ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. ഈ കുട്ടികളുടെ അടുപ്പത്തിൻ്റെ പേരിൽ നിങ്ങൾ അവനെ തീവ്രവാദി വരെ ആക്കാൻ ശ്രമിച്ചു.
രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള അടുപ്പത്തിൽ മതം തിരികെ കയറ്റി അതിൽ ചോര കലർത്താനുള്ള ശ്രമം ചില ഭാഗത്തെങ്കിലും ഉണ്ടാകുന്നുണ്ട് സാർ. പക്ഷേ അതിനിരയാകുന്നവരുടെ മനസ്സിലെ മുറിപ്പാടുകൾ അത് പെട്ടെന്നൊന്നും ഉണങ്ങില്ല സാർ. എന്നാ ശരി, മെമ്പർ ഇരിക്കെ, നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കാം. കന്യാകുമാരി പോലീസുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. അവർ ഒരു അൺനോൺ ബോഡിയുടെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. അതിന് ഈ കൃഷ്ണനാരുമായിട്ട് പല സാമ്യമുണ്ട്. പിന്നെ 10-20 ദിവസം പഴക്കമുള്ളതുകൊണ്ടും അവകാശികളില്ലാത്തതുകൊണ്ടും ബോഡി സംസ്കരിച്ചു. കരയല്ലേ, ചെല്ല്. പ്രദക്ഷിണം വെച്ചോളൂ. അച്ഛനെ മനസ്സിൽ വിചാരിച്ച് വലത്തോട്ട് തിരിഞ്ഞ് പ്രദക്ഷിണം വയ്ക്കുക. യാനി യാനി പാപാനി ജന്മാന്തര കൃതാനിച്ച താനീ താനീ വിനശ്വന്തി. ഓക്കെ. എന്താ പേര്? സൽമാൻ. പ്രമീഷ് പറഞ്ഞിട്ട് വരുന്ന ആളാണോ? അതെ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേരും അഡ്രസ്സും ഒന്ന് ഇതിലെഴുതുന്നുള്ളൂ കേട്ടോ. ദിവ്യ. ഇക്ക, എനിക്കല്ല, ദിവ്യക്കാണ് വിസ വേണ്ടത്. പക്ഷെ പ്രമീഷ് പറഞ്ഞത് നിങ്ങളുടെ പേരായിരുന്നല്ലോ. അത് ശരിയാ, പക്ഷേ ഇപ്പം ദിവ്യക്കാണ് ജോലി അത്യാവശ്യം. ഓക്കെ സാബത്തെ, ഈ കുട്ടീനെ ഡോക്യുമെൻ്റ് വാങ്ങിയ ശേഷം ചെക്ക് ചെയ്തിട്ട് ജോബ് വിസയ്ക്ക് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. അത് കൊടുക്കും. ഇരുന്നോളൂ. പേരെഴുതിക്കോളൂ. എന്തേ? സാധിക വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തു പറഞ്ഞു? എൻ്റെ വിസ റെഡി ആയിട്ടുണ്ടെന്ന്, ഒരാഴ്ചക്കുള്ളിൽ പോകണം. ഇതോടെ മേടിക്കണം. എത്രേ? 2600. പൈസ ഉണ്ടോ സൽമാനെ? ഉണ്ട്. ഉണ്ട്. അതെ ചേട്ടാ, ഓ ഈ പൈസ ഞാൻ കൊടുക്കാം. ആണോ? എനിക്കൊരു അവസരം താ. വേണ്ട, ഞാൻ കൊടുക്കാം. ഞാൻ കൊടുത്തോളൂ. എന്നാ നീ കൊടുക്കണം. അതെ, എത്രയാ പറഞ്ഞ? 2600. 2600. ഗൾഫിൽ ചെന്നിട്ട് എനിക്കൊരു വിസ അയച്ചെന്നാ മതി. ആ ഇട്ടിട്ടുണ്ടേ. ഓക്കെ, താങ്ക് യു. ഇതെങ്ങനെയുണ്ട്? ഒന്ന് വെച്ചിട്ട് മതിയുടെ പ്രമീഷ്. വാ, ചെല്ലു ചെല്ലു. ഹലോ വിജയേട്ടാ, ഞാൻ വിജയേട്ടനെ കാണാൻ വന്നോ? നന്ദേട്ടാ, ചായ. വിജയേട്ടാ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തേ?
അന്ന് സൽമാന്റെ വീട്ടിൽ വെച്ച് വിജയേട്ടനൊരു കാര്യം പറഞ്ഞില്ലേ? എന്തായാലും ഏത് പാതിരാത്രിക്കും ഒരാണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാനും ഒപ്പം സഞ്ചരിക്കാനും ഒരു രേഖയുടെ പിൻബലം വേണമെന്ന് പറഞ്ഞു. ദിവ്യ അതൊരു കാര്യം ചെയ്യും, നീ ഗൾഫിൽ പോയിട്ട് വാ. വിവാഹത്തെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാം. ഞാൻ ഗൾഫിൽ പോവാം. തിരിച്ചു വരികയും ചെയ്യും അത് കഴിഞ്ഞിട്ട്. പക്ഷെ ഇനിയുള്ള എൻ്റെ ജീവിതം എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയില്ല. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. സൽമാനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല വിജയേട്ടാ. ആലോചിക്കാം. എല്ലാവരും ഒരുമിച്ച് കേട്ടോ, ഒരുമിച്ച് ഇരിക്കണേ. ഒന്നും കൊടുത്താട്ടോ, ഒന്നും കൊടുത്താലേക്ക് ഒരുമിച്ച് ഇരിക്കുക. എല്ലാവരും ഒരുമിച്ച് നോക്കും. ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ, റെഡി? ഒന്നും കൂടെ റെഡി. മതി. ഇനി എയർപോർട്ടിൽ എത്തണം. 4:30 ഫ്ലൈറ്റ്. ചേട്ടാ ചായയും പരിപ്പോടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതി. എന്നാ അതുകൂടെ കഴിച്ചിട്ട് നിങ്ങളൊന്നും മാറി നിൽക്കണേ. ഇനി അവരെ രണ്ടുപേരായിട്ട് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, റെഡി? അങ്ങോട്ട് നോക്കോളൂ. റെഡി? ഓക്കെ ഓക്കെ. ഒന്നും കൂടെ. എന്തെന്നാടി ഇത്? പയം പുഴുത്തിരിക്കാണല്ലോ. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്, ഇതിലൊന്ന് ഒപ്പിടണം. സൽമാനെ, ബാങ്കിൽ നിന്നാണോ? ജപ്തി നോട്ടീസ് എങ്ങനെയാണോ? തൽക്കാലം ഇതിപ്പോ ആരോടും വിസ്തരിക്കാൻ നിൽക്കണ്ട. എന്നാണ് ഡേറ്റ്? അടുത്ത മാസം 3-ാം തീയതി. എന്തായാലും 2 ആഴ്ച ഉണ്ടല്ലോ. ഹലോ, മനോജ് സാറല്ലേ? സാർ, ഞാൻ സൽമാൻ. സൽമാനോ? ഏത് സൽമാൻ? ഞാനത് കാണാൻ വന്നിരുന്നു. ഞാൻ പണ്ടവിടെ ജോയിൻ ചെയ്തിരുന്നു, പിന്നെ നിർത്തിപ്പോയി. ഓ, മുക്രി സാഹിബാണോ? അത് തന്നെ. എന്താ കാര്യം പറ. പോയി വാ. ശരി ഉമ്മ. വാ സൽമാൻ. ശരി, എന്നാ പോവാം. കേറിക്കോ. ശരി അശോകണ്ണ. ഓക്കേടാ, പോയിട്ടോ. ഓക്കേടാ, പോവാം. ശരി. പോവാം. സൽമാൻ, എങ്ങനെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം യാത്ര? ഓ, അടിപൊളിയായിരുന്നു. ശേഖർ സാറല്ലേ കൂടെ? ഫുൾ മോട്ടിവേഷൻ സ്പീച്ച്. അടിപൊളി. ചേട്ടാ, പഞ്ചായത്തില്ലേ? പോയില്ല, പോണം. ഹലോ ദിവ്യ. ഒരു മിനിറ്റ്. പറഞ്ഞോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ലേ?
ഇല്ലേന്ന് ഓഫാ. ആണോ? ഈ എവിടെയുള്ള? ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. എന്താ പരിപാടി? ഒന്നുമില്ല, ഇവിടുത്തെ ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകാൻ പ്ലാൻ ഉണ്ട്. അറിയില്ല നടക്കുമെന്ന്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ. ആണോ? ആ ഓക്കെ ഓക്കെ. ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. ശരി, ബൈ ബൈ. ബൈ. കാണാം. ഓക്കെ. ആരാടാ സൽമാനെ? ദിവ്യായിരുന്നു ഏട്ടാ, ദുബായിന്ന്. എന്തേ? സൽമാനെ, ദിവ്യോട് പറഞ്ഞേ എനിക്കൊരു വിസ ശരിയാക്കണം. ആ ഉവ്വ. അതിന് ദുബായിൽ ഓട്ടോ ഇല്ലല്ലോ ഷോക. വിസ കിട്ടി ഞാൻ ഫ്ലൈറ്റ് വരെ ഓടിക്കും. പിന്നെ എന്താ പരിപാടി? ഇങ്ങോട്ടേലും പോവാം. എടാ മോനെ സൽമാനെ, എണീക്കടാ എണീക്ക്. അവിടെ മുറ്റം നിറയെ ആൾക്കാർ വന്നിക്കണു. ഇനിയിപ്പോ ആ ബാങ്കിൽ നിന്ന് വല്ല ജപ്തിയോ മറ്റോ ആണോ പഠിച്ചോനെ. എന്റെ പഠിച്ചോനെ. നീ അറിഞ്ഞ? പറയടാ, എന്താടാ? സൽമാനെ, അനക്കാടാ കേസിന് ഫസ്റ്റ് റാങ്ക്. സത്യോടാ? ആടാ നിനക്കാ? ഹലോ, കൺഗ്രാറ്റ്സ്. ശേഖർ സാറ്. സാർ എവിടെയാ? ഞാനിവിടെ ഉണ്ടോ? നിന്റെ വീട്ടുമുറ്റത്ത്. നീ ആകാശത്തോളം സ്വപ്നം കണ്ടുകൊടുന്ന നിന്റെ വീട്ടുമുറ്റത്ത്. സൽമാൻ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ എനിക്ക് അയാളോടുള്ള മനോഭാവം മറ്റൊന്നായിരുന്നു. അയാളുടെ പശ്ചാത്തലം, വേഷം, വർത്തമാനം, എല്ലാത്തിനോടുമുള്ള മുൻവിധി അയാളെ ഒരു ന്യൂയിസൻസായി കാണാൻ ഞാൻ ശ്രമിച്ചു. പലവട്ടം ഇയാളെ ഞാൻ പരിഹസിച്ചു, മോശമായി പെരുമാറി. ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിപ്പോയിട്ടും എക്സാമിൻ്റെ സമയത്ത് അനുഗ്രഹം തേടി എന്നെ കാണാൻ സൽമാൻ വന്നു. അപ്പോൾ ഇയാളുടെ ഗുരുത്വം എനിക്ക് മനസ്സിലായി. അവഗണനയുടെ ചൂടും ചൂരുമേറ്റവർക്ക് അവസാന വിജയം മധുരമുള്ളതായിരിക്കും. തലമുടി വീണെടുക്കൂലെന്ന് എന്തൊരു കഷ്ടം. വേണ്ട. എന്തോ വേണ്ട. സമ്മതിക്കണില്ല. ഞാൻ വെട്ടിത്തരും ഉസ്താദേ. വേദനിക്കും? ഇല്ല, വേദനിക്കില്ല. നേരെ ഇരുന്നോ.